Lighter to Lighten Marthoma Study Forum. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയരെ, ലൈറ്റർ ടു ലൈറ്റർ മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ തുടർച്ചയായിട്ടുള്ള 212ാമത് ലൈവ് വെബിനാറാണ് ഇന്ന് ഇവിടെ ഇപ്പോൾ നടക്കുവാൻ പോകുന്നത്. യാതൊരു മുടക്കവും കൂടാതെ എല്ലാ ശനിയാഴ്ചകളിലും ഈ വെബിനാറുകൾ വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകാനായിട്ട് ഇടയായ ദൈവകൃപയ്ക്ക് പ്രാരംഭമായിട്ട് സ്തോത്രം ചെയ്തുകൊള്ളട്ടെ. സാധാരണയായിട്ട് നമ്മളുടെ വെബിനാറൊക്കെയും പ്രാരംഭമായ പാട്ടോടുകൂടിയായിട്ടാണല്ലോ ആരംഭിക്കുന്നത്. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഗാനം ആലപിക്കുവാനായിട്ട് എത്തിയിരിക്കുന്നത് ശ്രീ PG നൈനാൻ സാറാണ്. പള്ളിക്കൽ സ്വദേശിയാണ്. പള്ളിക്കൽ മാർത്തോമ ഇടവക ഗായക സംഘത്തിന്റെ സെക്രട്ടറി കൂടിയാണ്. നല്ലൊരു കീബോർഡിസ്റ്റ് ആണ്. അദ്ദേഹം ദീർഘകാലം ദുബായ് ജബലലി മാർത്തോമ ഇടവക ഗായക സംഘത്തിന്റെ ലീഡറായിരുന്നു. ക്രിസ്തീയ ഗാന ശാഖയുമായി ദീർഘകാലം പല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഗാനം ആലപിക്കുന്നതിനുള്ള സന്തോഷം അറിയിക്കുന്നു. ഇന്ന് ഗാനം ആലപിക്കുവാൻ വേണ്ടി ശ്രീ PG നൈനാൻ സാറിനെ വളരെ സന്തോഷപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. 2018 മാർത്തോമ മാരമൺ കൺവെൻഷൻ സോങ് ആണ് ഞാൻ പാടുന്നത്. 2018 കുറച്ച് പഴയതാണ്, പക്ഷെ എല്ലാവർക്കും അറിയാവുന്നൊരു പാട്ട്. യാമങ്ങൾ തോറും യാഹേ നിൻ മുമ്പിൽ കണ്ണീരോടെ പ്രാർത്ഥിപ്പാൻ കൃപയേകണേ. യാമങ്ങളെല്ലാം നിന്ദാനമല്ലോ, നന്ദികാരേറ്റാനൻ മനമൊരുക്കിയിടണേ. കണ്ണുനീർത്തുള്ളികൾ പാഴാകില്ല, തുരുത്തിയിലാക്കുമെന്നോദനല്ലോ. കണ്ണുനീർത്തുള്ളികൾ പാഴാകില്ല, തുരുത്തിയിലാക്കുമെന്നോദനല്ലോ. യാമങ്ങൾ തോറും യാഹേ നിൻ മുമ്പിൽ കണ്ണീരോടെ പ്രാർത്ഥിപ്പാൻ കൃപയേകണേ. പുലരിയിൽ യാമത്തിൽ ചിന്തകളകറ്റി വിശുദ്ധീലാലയത്തിൽ ധ്യാനിച്ചിടാം. പുലരിയിൽ യാമത്തിൽ ചിന്തകളകറ്റി വിശുദ്ധീലാലയത്തിൽ ധ്യാനിച്ചിടാം. മാതാ നിൻ കൃപയിൽ ബഹുലമാതാലേ എൻ വഴിയെ നിരപ്പാക്കിയിടണേ. നാദാ നിൻ കൃപയിൽ ബഹുലമാതാലേ എൻ വഴിയെ നിരപ്പാക്കിയിടണേ. കണ്ണുനീർത്തുള്ളികൾ പാഴാകില്ല, തുരുത്തിയിലാക്കുമെന്നോദനല്ലോ. കണ്ണുനീർത്തുള്ളികൾ പാഴാകില്ല, തുരുത്തിയിലാക്കുമെന്നോദനല്ലോ. യാമങ്ങൾ തോറും യാഹേ നിൻ മുമ്പിൽ കണ്ണീരോടെ പ്രാർത്ഥിപ്പാൻ കൃപയേകണേ. ലോകമുറങ്ങുന്ന യാമങ്ങളിൽ ഉണർവോടെ മുട്ടിന്മേൽ തിരുസന്നിധേ. ലോകമുറങ്ങുന്ന യാമങ്ങളിൽ ഉണർവോടെ മുട്ടിന്മേൽ തിരുസന്നിധേ. മാത്രതോറും നിൻ നന്മകളോർത്തു സ്തോത്രം ചെയ്യുവാൻ കൃപ നൽകിയിടണേ. മാത്രതോറും നിൻ നന്മകളോർത്തു സ്തോത്രം ചെയ്യുവാൻ കൃപ നൽകിയിടണേ. കണ്ണുനീർത്തുള്ളികൾ പാഴാകില്ല, തുരുത്തിയിലാക്കുമെന്നാദനല്ലോ. കണ്ണുനീർത്തുള്ളികൾ പാഴാകില്ല, തുരുത്തിയിലാക്കുമെന്നാദനല്ലോ.
യാമങ്ങൾ യാഹേ നിൻ മുമ്പിൽ കണ്ണീരോടെ പ്രാർത്ഥിപ്പാൻ കൃപയേകണേ. താങ്ക് യു PG നയനൻ സാർ. വളരെ മനോഹരമായ ഗാനമായിരുന്നു. ദൈവം കൂടുതലായിട്ട് സാറിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഗാനം ആലപിക്കുവാനായിട്ട് കാണിച്ച നല്ല മനസ്സിനെ ഓർത്ത് വീണ്ടും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. താങ്ക് യു. ഇന്ന് നമുക്ക് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത് ശ്രീമതി ലിനി ജോർജ് കൊച്ചമ്മയാണ്. എവർക്കും അറിയാം, നമുക്ക് ഇന്ന് മുഖ്യ പ്രഭാഷണം നടത്തുന്ന ബഹുമാനപ്പെട്ട ജോർജ് ജോൺ അച്ഛനാണല്ലോ. അച്ഛൻ്റെ സഹധർമ്മിണിയാണ്. അച്ഛൻ ഇപ്പോൾ സെന്റ് പോൾസ് മാർത്തോമ ചർച്ച് വാശി ഇടവകയുടെ വികാരിയാണ്. ഇന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ ക്ഷണിച്ചപ്പോൾ വളരെ സന്തോഷപൂർവ്വം കൊച്ചമ്മ നമ്മുടെ ക്ഷണം സ്വീകരിച്ചു. അതിനുള്ള നന്ദി അറിയിച്ചുകൊള്ളട്ടെ. ഇപ്പോൾ ശ്രീമതി ലിനി ജോർജ് കൊച്ചമ്മ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നതായിരിക്കും. പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സന്ധ്യയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ സായം സന്ധ്യയിൽ സൂം പ്ലാറ്റ്ഫോമിലൂടെ ഒരുമിച്ച് കൂടി നിന്നെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇടയാക്കുന്ന സാഹചര്യത്തെ ഓർത്ത് നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ആത്മാവിന്റെ ഭാഷയായ സംഗീതത്തിലൂടെ നിന്നെ സ്തുതിക്കുവാൻ ഇടയാക്കുമ്പോൾ നിന്റെ നന്മകളെ തിരിച്ചറിയുവാനും ഞങ്ങളെ സമ്പൂർണമായി സമർപ്പിക്കുവാനും ഇടയാക്കണമേ. ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഗാനങ്ങളിലൂടെ, ചിട്ടപ്പെടുത്തിയ അനുഭവങ്ങളിലൂടെ ഇന്ന് ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ആദിയോടന്തം നിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രയത്നങ്ങൾ മറ്റുള്ളവർക്ക് അനുഗ്രഹത്തിന് മുഖാന്തരമാകുവാൻ ഇടയാക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. താങ്ക് യു കൊച്ചമ്മ. കർത്താവിൽ പ്രിയരെ, ക്രൈസ്തവ ഗാന ചക്രവാളം എന്ന ഒരു പരമ്പരയാകുന്നുവല്ലോ കഴിഞ്ഞ 3-4 ആഴ്ചകളായിട്ട് നമ്മൾ ലൈറ്റ് ടു ലൈറ്റ് മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ ഈ ലൈവ് വെബിനാറിലൂടെ ശ്രവിക്കുന്നത്. ഇന്ന് അതിൻ്റെ 4ാം ഭാഗമാണ് നടക്കുന്നത്. ഇന്ന് നമ്മൾ ബഹുമാനപ്പെട്ട ജോർജ് ജോൺ അച്ഛനിലൂടെ ശ്രദ്ധിക്കുവാൻ പോകുന്നത് ക്രൈസ്തവ ഗാനങ്ങളും ജീവിത അനുഭവങ്ങളും എന്നതിനെ കുറിച്ചാണ്. ഇന്ന് ഈ പ്രോഗ്രാമിന്റെ മോഡറേറ്റർ ആയിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഡോക്ടർ അലക്സാണ്ടർ എ തോമസ് അച്ഛനാണ്. നമ്മളുടെ ഇടയിൽ പ്രത്യേകിച്ച് അച്ഛനെ കുറിച്ച് യാതൊരു വിധമായിട്ടുള്ള ആമുഖത്തിന്റെ ആവശ്യമില്ല. എന്നിരുന്നാൽ കൂടിയും പ്രാരംഭമായി അച്ഛനെ കുറിച്ച് പലത് പറഞ്ഞുകൊള്ളട്ടെ. മാർത്തോമ സഭയിലെ എഴുത്തുകാരായ പട്ടക്കാരിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ഡോക്ടർ അലക്സാണ്ടർ എ തോമസ് അച്ഛൻ. 37 വർഷത്തെ സഭയുടെ സജീവ ശുശ്രൂഷയിൽ നിന്നും 2019 ജൂൺ മാസത്തിൽ വിരമിച്ച അച്ഛൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയും അതുപോലെ തന്നെ ആനുകാലികളിലൂടെയും തൻ്റെ അനുഗ്രഹീതമായ രചനകളിലൂടെ സജീവമായി സംവാദിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അച്ഛൻ മൈലപ്ര പ്രതീക്ഷാ ഭവന്റെ ഡയറക്ടറായിരുന്നു. കോട്ടയം കൊച്ചി ഭദ്രാസന കൗൺസിൽ അംഗം, അതുപോലെ തന്നെ ബൈബിൾ സൊസൈറ്റി കമ്മിറ്റി അംഗം, ബൈബിൾ ട്രാൻസ്ലേഷൻ കമ്മിറ്റി അംഗം തുടങ്ങി വിവിധ മേഖലകളിൽ ബഹുമാനപ്പെട്ട അച്ഛൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അറിയപ്പെടുന്ന കൺവെൻഷൻ പ്രാസംഗികനാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ പല കുറിപ്പുകളും നമുക്ക് വാട്സാപ്പിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെയും നാം ഓരോരുത്തരും നിരന്തരം വായിക്കുന്നവരാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുപോലെ തന്നെ വിശുദ്ധ സ്നാപനവും വിശുദ്ധ കുർബാനയും ഒരു പഠനം, കുടിക്കല്ലേ മദ്യം കഴിക്കല്ലേ എന്നീ പുസ്തകങ്ങളൊക്കെയും അച്ഛൻ രചിച്ചാണ്. അച്ഛൻ്റെ രചനയാണ് ഈ പുസ്തകങ്ങളൊക്കെയും. ഇന്നത്തെ നമ്മുടെ ഈ വെബിനാറിന്റെ മോഡറേറ്റ് ആവാനായിട്ട് ക്ഷണിച്ചപ്പോൾ വളരെ സന്തോഷപൂർവ്വം അച്ഛൻ ആ ക്ഷണം സ്വീകരിക്കുകയും അത് സമ്മതിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട അച്ഛനെ ഇന്നത്തെ ഈ വെബിനാറിന്റെ മോഡറേറ്ററായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ വളരെ സന്തോഷപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ലൈറ്റ് ടു ലൈറ്റൻ മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ ഈ പ്രത്യേക മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ എൻ്റെ പ്രത്യേകമായുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. ഞാൻ കഴിവുള്ളതായ എല്ലാ സമയങ്ങളിലും ലൈറ്റ് ടു ലൈറ്റൻ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ലൈറ്റ് ടു ലൈറ്റൻ മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ 212ാമത് സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിൽ വലിയ സന്തോഷമുണ്ട്. 212 വെബിനാറുകൾ നടത്തുവാൻ ദൈവം കരുണ ചെയ്തതിൽ ദൈവത്തെ സ്തുതിക്കുന്നു.
ഇത് വളരെ അസാധാരണമായിരിക്കുന്ന ഒരു കാര്യമാണ്. കോവിഡിന്റെ കാലഘട്ടത്തിൽ ഇത് ആരംഭിച്ച് യാതൊരു തടസ്സങ്ങളും കൂടാതെ ഇത്രയും നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിച്ചത് ദൈവകാരുണ്യം മാത്രമാണ്. അതേസമയം ഈ പ്രവർത്തനത്തിന് അക്ഷീണം യത്നിക്കുന്ന എല്ലാവരെയും അഭിനന്ദിക്കുന്നു. സമയ ചുരുക്കം കൊണ്ട് ഞാൻ പേരുകൾ പറയുന്നില്ല. ഇത് ഭംഗിയായി തുടരുവാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വെബിനാറിന്റെ വിഷയം ക്രൈസ്തവ ഗാനങ്ങളും ജീവിതാനുഭവങ്ങളും. ക്രൈസ്തവ ഗാന ചക്രവാളം 4-ാം ഭാഗമാണ് ഇന്ന് നടക്കുന്നത്. ഇന്നത്തെ വെബിനാറിൽ ഈ വിഷയത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തുന്നത് ബഹുമാനപ്പെട്ട ജോർജ് ജോൺ അച്ഛനാണ്. അച്ഛനെ കുറിച്ചുള്ളതായിരിക്കുന്ന വിശദമായ വിവരങ്ങൾ ഇതിനോടകം നമ്മുടെ റൈറ്റിംഗ്സിൽ കൂടെ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ഇലന്തൂർ സ്വദേശിയായ ബഹുമാനപ്പെട്ട അച്ഛൻ ഇപ്പോൾ വാശി സെന്റ് പോൾസ് മാർത്തോമ ഇടവകയുടെ വികാരിയാണ്. അച്ഛൻ വളരെ അനുഗ്രഹീതനായ ഒരു ക്രിസ്തീയ ഗാന രചയിതാവാണ്. 1999 മുതൽ 2015 വരെയുള്ള കാലഘട്ടത്തിൽ മാരാമൺ കൺവെൻഷനിൽ 9 ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെതായി ചേർത്തിട്ടുണ്ട്. ഇത് വളരെ അസാധാരണമായ ഒരു കാര്യമാണ്. കാരണം 1000-ത്തിലധികം ഗാനങ്ങളാണ് മാരാമൺ കൺവെൻഷന്റെ സെലക്ഷന് വേണ്ടി വരുന്നത്. ആ സ്ഥാനത്ത് നിന്നാണ് ഈ ഏറ്റവും പ്രസക്തമായിരിക്കുന്ന അർത്ഥപൂർണമായിരിക്കുന്ന ഗാനങ്ങൾ തെരഞ്ഞെടുത്ത് മാരാമൺ കൺവെൻഷൻ ഗീതങ്ങളിൽ ചേർക്കുന്നത്. അപ്പോൾ അതിൽ ഇടം നേടുക എന്നത് പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു സംഗതിയാണ്. അതിൽ അച്ഛന്റെ ഗാനങ്ങൾ ചേർക്കപ്പെട്ടു എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്ന സംഗതിയാണ്. മാത്രമല്ല അച്ഛന് ദൈവം കൊടുത്തതായിരിക്കുന്ന താലന്തുകൾ വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കുവാനായിട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ നിരവധി ഗാന ആൽബങ്ങളും അച്ഛന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സാഹിത്യ മേഖലയിൽ ഗാനരചന അസാധാരണമായ ഒരു താലന്തും സിദ്ധിവിശേഷവുമാണ്. മറ്റേത് വിധത്തിലുള്ളതായിരിക്കുന്ന സാഹിത്യ സൃഷ്ടികൾ അല്ലെങ്കിൽ സാഹിത്യ രൂപങ്ങളൊക്കെ നമുക്ക് രൂപപ്പെടുത്തുവാനായിട്ട് സാധിച്ചാലും സംഗീതം അല്ലെങ്കിൽ ഗാനങ്ങൾ രൂപപ്പെടുത്തുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിരിക്കുന്ന ഒരു കാര്യമല്ല. തികച്ചും ദൈവികമായിരിക്കുന്ന ഒരു വരദാനം. അത് അച്ഛന് ദൈവം ദാനമായി നൽകിയിട്ടുണ്ട്. അതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ക്രൈസ്തവ ഗാനങ്ങൾ നമുക്കറിയാം ഒരു ശബ്ദത്തിന്റെ ഘോഷമല്ല. ഇന്ന് പലപ്പോഴും സംഗീതം എന്ന് പറയുന്നത് ശബ്ദത്തിന്റെ ഘോഷവും അർത്ഥമില്ലാത്തതായിരിക്കുന്ന വാക്കുകൾ കൊണ്ട് രൂപപ്പെടുത്തിയതുമായിരിക്കുന്ന ചില രൂപഭേദങ്ങൾ മാത്രമാണ്. എന്നാൽ ക്രിസ്തീയ ഗാനങ്ങൾ അങ്ങനല്ല. ക്രൈസ്തവ ഗാനങ്ങളിൽ ഭക്തി, സാഹിത്യം, ദൈവശാസ്ത്രം, സംഗീതം എന്നീ ഘടകങ്ങൾ ഒരുപോലെ സംയോജിക്കപ്പെടേണ്ടത് വളരെ ആവശ്യമാണ്. ഞാൻ ഒന്നുകൂടെ സൂചിപ്പിക്കട്ടെ. ഭക്തി, സാഹിത്യം, ദൈവശാസ്ത്രം, സംഗീതം, ഈ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഘടകങ്ങൾ ക്രിസ്തീയ ഗാനത്തിൽ ഉൾക്കൊള്ളുന്നില്ല എങ്കിൽ ആ ഗാനങ്ങൾ അർത്ഥരഹിതമായിട്ട് തീരും. അതുകൊണ്ട് പ്രിയപ്പെട്ട അച്ഛന്റെ ഗാനങ്ങൾ ഈ പറഞ്ഞതായിരിക്കുന്ന 4 കാര്യങ്ങളെയും ഉൾക്കൊള്ളുന്നതായിരിക്കുന്ന സംഗീതമാണ്. അത് മാത്രമല്ല, ക്രിസ്തീയ ഗാനങ്ങളുടെ ഒരു പ്രത്യേകത, ഒരു പ്രത്യേകമായ കഴിവുകൊണ്ട് രൂപപ്പെടുത്താവുന്ന ഒന്നല്ല ഗാനങ്ങൾ. അതായത് ജീവിതത്തിന്റെ അടിത്തട്ടിൽ നിന്ന്, ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന്, ജീവിതത്തിൽ ദൈവം നൽകിയതായിരിക്കുന്ന കൃപകളിൽ നിന്നൊക്കെ രൂപപ്പെടുന്നതായിരിക്കുന്ന, ഒരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ആത്മനൊമ്പരങ്ങളാണ് ഈ ഗാനങ്ങളെല്ലാം. അങ്ങനെ ആയെങ്കിൽ മാത്രമേ അത് അനുഗ്രഹമാകൂ. നമുക്കറിയാം കൊച്ചുഞ്ഞുപദേശയുടെ പാട്ടുകൾ, അതുപോലെ തന്നെ നമ്മുടെ വേദപുസ്തകത്തിൽ തന്നെ വേദപുസ്തകത്തിന്റെ മധ്യഭാഗത്തെ സമ്പന്നമാക്കിയിരിക്കുന്ന സങ്കീർത്തനങ്ങളൊക്കെ ഈ പറഞ്ഞതായിരിക്കുന്ന എല്ലാ അനുഭവങ്ങളെയും ഉൾക്കൊള്ളുന്നതായിരിക്കുന്ന ഗാനങ്ങളാണ്. പ്രിയപ്പെട്ട ജോർജ് ജോൺ അച്ഛന്റെ ഗാനങ്ങളൊക്കെ ആ രീതിയിലുള്ളതായിരിക്കുന്ന ഗാനങ്ങളാണ്. മാത്രമല്ല അത് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നും ഉയരുന്നതാകണം. അച്ഛന്റെ ഗാനങ്ങളിൽ ഈ ഗുണവിശേഷങ്ങൾ വ്യക്തമായിട്ട് കാണാം. ലക്ഷക്കണക്കിന് ആളുകൾ മാരാമൺ കൺവെൻഷന്റെ ഗീതങ്ങൾ പാടുക എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല. ഏറ്റവും വലിയതായിരിക്കുന്ന രീതിയിൽ അത് സംവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുതന്നെ ദൈവം കൊടുത്ത വലിയൊരു കൃപയാണ്, വലിയൊരു അനുഗ്രഹമാണ്. അതിനാലാണ് അച്ഛന്റെ ഗാനങ്ങൾ ശ്രദ്ധേയമായത്. അധികം വാക്കുകൾക്കൊന്നും പ്രസക്തി ഇല്ലല്ലോ. നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഗാനങ്ങളുടെ പശ്ചാത്തലവും അത് എഴുതിയതായിരിക്കുന്ന ആളുകളുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളും അവരെ അതിനെ പ്രേരകമാക്കിയതായ കാര്യങ്ങളൊക്കെ
നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നും പ്രിയപ്പെട്ട അച്ഛനിൽ നിന്ന് നമുക്ക് അങ്ങനെയുള്ളതായിരിക്കുന്ന ചിന്തകളൊക്കെ ലഭിക്കുവാൻ സർവേശ്വരൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ബഹുമാനപ്പെട്ട അച്ഛന്റെ തൂലികയിൽ നിന്നും ഹൃദയത്തിൽ നിന്നും അനുഗ്രഹീതമായിരിക്കുന്ന ഗാനങ്ങൾ തുടർന്നുള്ള നാളുകളിൽ ഉണ്ടാകുവാനായി ദൈവം എല്ലാവിധമായിരിക്കുന്ന കൃപകളും നന്മകളും നൽകി അച്ഛനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബമായ എല്ലാ കൃപകളും നൽകട്ടെ എന്ന് വീണ്ടും ദൈവത്തോട് അപേക്ഷിക്കുന്നു. ഇന്നത്തെ നമ്മുടെ കേൾവികൾ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ എന്നുള്ളതായിരിക്കുന്ന അഭയ യാചനയോടുകൂടെ ബഹുമാനപ്പെട്ട അച്ഛനെ ഈ വെബിനാറിലെ മുഖ്യ സന്ദേശം നൽകുവാനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ത്രിയേക ദൈവത്തിന് സ്തുതിയും പുകഴ്ചയും മഹത്വവും ഉണ്ടാകട്ടെ. ലൈറ്റഡ് ടു ലൈറ്റൺ സ്റ്റഡി ഫോറത്തിലേക്ക് അതിൻ്റെ 212ാമത് ലൈവ് സൂം വെബിനാറിലേക്ക് കർത്താവിൻ്റെ ശുശ്രൂഷകരായ ഞങ്ങളെ ക്ഷണിച്ചതിൽ ഏറെ ഹൃദ്യമായ വിനയവും കടപ്പാടും രേഖപ്പെടുത്തുന്നു. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം. അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷയുണ്ടാകിയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ ലജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെയും ദൈവവചനത്തിൽ കൂട്ടുചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ ദൈവസന്നിധിയിൽ സകല മനുഷ്യരുടെയും മനസ്സാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യം ആക്കുന്നു. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ കരുണ ലഭിച്ച ശുശ്രൂഷകരായി തീരുവാൻ ദൈവം വിളിച്ച നിയോഗവും വിളിയും മനസ്സിലാക്കി ഈ ഗാനസന്ധിയിൽ നമ്മൾ യാത്ര ചെയ്യുകയാണ്. Christian songs and life experience, the horizon of Christian songs part 4. ക്രൈസ്തവ ഗാനങ്ങളും ജീവിതാനുഭവങ്ങളും, ക്രൈസ്തവ ഗാന ചക്രവാളം ഭാഗം 4. അതിൻ്റെ മോഡറേറ്ററായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന റവറൻഡ് ഡോക്ടർ അലക്സാൻഡ്രിയ തോമസ് അച്ഛൻ, അവതാരകനായിരിക്കുന്ന പ്രിയ സുഹൃത്ത്, പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയവർ, പ്രാരംഭ ഗാനത്തിന് നേതൃത്വം നൽകിയവർ, മാത്രമല്ല ഈ ലൈവ് സൂം വെബിനാറിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ആത്മീയ സുഹൃത്തുക്കളെ, ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. വൈദികരും ആത്മീയരുമായിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. എന്നോടൊപ്പം പ്രിയപ്പെട്ട അലൻ ഡി സാമുവൽ അച്ഛൻ ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നു. മുംബൈ ഡയസിസിൻ്റെ മിഷൻ കോർഡിനേറ്ററായിട്ടും യൂത്ത് സെക്രട്ടറി ആയിട്ടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അലനച്ചൻ, ടെക്നിക്കൽ സപ്പോർട്ട് ടീമിൽ ആയിരിക്കുന്ന മിസ്റ്റർ ഷാനി, മിസ്റ്റർ ഷാലോം, മിസ്റ്റർ ആൽവിൻ എന്നിവർ ഇന്ന് സന്നിഹിതരായിരിക്കുന്നു. വാശി പള്ളിയിലാണ് ഞങ്ങൾ കൂടിയിരിക്കുന്നത്. വാശി സെയിൻറ്റ് പോൾസ് മാർത്തോമാ ഇടവകയുടെ ഹൈക്കലായിൽ ഞങ്ങൾ ഒന്നുചേരുമ്പോൾ ഈ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹീതമായി തീരുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യമാണ്. ഒന്നും എനിക്ക് പറയുവാനില്ല, എല്ലാം ദൈവത്തിൻ്റെ കരുണയും കൃപയും മാത്രം. മ്യൂസിക് ഗീവ്സ് അച്ഛന്റെ വോക്കൽ ഇച്ചിലൂടെ കൂട്ടണേ, വോളിയം. Wings to the mind, flight to the imagination, and life to everything. പ്ലേറ്റോ പറഞ്ഞിരിക്കുന്ന ഏതാനും വാക്കുകളാണ്. Music gives a soul to the universe, wings to the mind, flight to the imagination, and life to everything. ശ്രവണസുന്ദരങ്ങളായ ശബ്ദങ്ങൾ കൊണ്ട് മനസ്സിൽ വികാരങ്ങൾ സൃഷ്ടിച്ച് രസിപ്പിക്കുന്ന ഒരു കലയാണ് സംഗീതം. രാഗവും താളവും
പദാശ്രയമായതായാണ് സംഗീതം. അക്ഷരങ്ങളുടെയും വാക്കുകളുടെയും സഹായത്തോടെ ആശയവിനിമയം നടത്തുന്നത് സാഹിത്യഭാഷയെങ്കിൽ സ്വരങ്ങളുടെ സഹായത്തോടെ ആശയപ്രകടനം നടത്തുന്നത് നാദഭാഷയാണ്. വികാരങ്ങളുടെ ഭാഷയാണ് സംഗീതം. മനുഷ്യൻ്റെ സകല വികാരങ്ങളെയും സംഗീതത്തിൽ കൂടി ആവിഷ്കരിക്കുവാൻ സാധിക്കും. സംഗീതം എന്ന വാക്കിനർത്ഥം നല്ല ഗീതം. ശ്രോതാക്കളിൽ സന്തോഷവും ദുഃഖവും അനുകമ്പ, ശാന്തി തുടങ്ങിയ വികാരങ്ങൾ ഉളവാക്കുവാൻ സംഗീതത്തിന് കഴിയും. സംഗീതം ദൈവീകമാണ്. ശാസ്ത്രീയമായി ശ്രുതി, താളം, ഭാവം അഥവാ ശബ്ദത്തിൻ്റെ പലതരത്തിലുള്ള വ്യതിയാനങ്ങൾ എന്നിവയാണ് സംഗീതത്തിലെ പ്രധാന ഘടകങ്ങൾ. ഈ കലയ്ക്ക് ഒരുപക്ഷെ മനുഷ്യ ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ടാവാം. ശബ്ദങ്ങൾ ഉപയോഗിച്ച് ഇരകളെ ആകർഷിക്കുവാനും മറ്റ് ആശയവിനിമയങ്ങൾ ചെയ്യുവാനും ആദിമ മനുഷ്യന് കഴിഞ്ഞിരുന്നു. സംഗീതം ആത്മീയതയുടെ അഭിവാജ്യ ഘടകമാണ്. ഇത് മനുഷ്യരെ ആത്മീയതയുടെ തലങ്ങളിലേക്ക് ആകർഷിക്കുന്നു. സംഗീതം ആത്മാവിന്റെ ഭക്ഷണമാണ്. മ്യൂസിക് ഈസ് ദി ഫുഡ് ഓഫ് ദി സോൾ ആൻഡ് സ്പിരിറ്റ്. സംഗീതത്തിൻ്റെ മനോഹാരിതയും ശക്തിയും മനുഷ്യാത്മാവിനെ അതിൻ്റെ നഷ്ടപ്പെട്ട തലത്തിൽ നിന്ന് ചെന്നെത്തേണ്ട തലത്തിലേക്ക് എത്തിക്കുവാൻ ഒരുക്കുന്നു. അതായത് മനുഷ്യനെ ദൈവവുമായി നിരന്തര സംസർഗത്തിൽ ഏർപ്പെടുവാൻ പരമാവധി സഹായിക്കുന്നത് സംഗീതമാണ്. മനുഷ്യഹൃദയങ്ങളിൽ ആർദ്രതയും ഭക്തിയും സ്നേഹവും ഉണർത്തുവാൻ സംഗീതത്തിൻ്റെ സ്വാധീനം അനിർവചനീയമാണ്. ഓരോ സംഗീതവും, പ്രത്യേകിച്ച് ക്രിസ്തീയ സംഗീതങ്ങൾ, ആരാധന കീർത്തനങ്ങൾ, അത് രചിക്കുകയും ഈണം പകരുകയും ചെയ്യുന്ന വ്യക്തികളുടെ വൈകാരിക ഭാവങ്ങളുടെ പകർച്ചയാണ്. അവ ഉൾക്കൊണ്ട് ഏറ്റുപാടുമ്പോൾ പ്രസ്തുത സംഗീതം ആധ്യാത്മികതയിലേക്ക് നയിക്കുവാൻ ഇടയാക്കുന്നു. വിശ്വാസത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ പ്രകാശനമാണ് സംഗീതം. ആത്മീയ നിർവൃതിയിൽ ഈശ്വര സാന്നിധ്യം അനുഭവേദ്യമാകുമ്പോൾ പ്രസ്തുത അനുഭവം സുന്ദര വാക്കുകളിലൂടെയും ഈണത്തിലൂടെയും മനുഷ്യ മനസ്സിനെ ഉണർത്തക്ക വിധം രൂപപ്പെടുകയാണ്. അതുകൊണ്ട് ആത്മീയത സംഗീതത്തെയും സംഗീതം ആത്മീയതയെയും പ്രോജ്വലിപ്പിക്കുമ്പോൾ ആത്മീയതയുടെ അനന്തമായ വിഹായസിലേക്ക് പറന്നുയരുവാൻ മനുഷ്യ മനസ്സിന് സാധിക്കുന്നു. എൻ്റെ സംഗീത യാത്രയിൽ എന്നെ സഹായിച്ച ദൈവത്തിന് 1000 നന്ദി. എനിക്ക് താങ്ങായി തണലായി നിന്ന എൻ്റെ ഗുരുശ്രേഷ്ഠന്മാർക്ക് 1000 നന്ദി. എന്നോടൊപ്പം യാത്ര ചെയ്ത, ഈ സംഗീതം സുന്ദരമായി ചുറ്റപ്പെടുത്തുവാനിടയാക്കി തീർത്ത എല്ലാ സംഗീതജ്വരെയും ഞാൻ ഇത്തരത്തിൽ ഓർമ്മിക്കുന്നു. ഇത് ഒരു കൂട്ടായ പ്രവർത്തനമാണ്. എഴുത്തിലൂടെ മാത്രം രൂപപ്പെടുന്നതല്ല സംഗീതം. ചിട്ടപ്പെടുത്തുന്നതിലൂടെ മാത്രം രൂപപ്പെടുത്തുന്നതല്ല സംഗീതം. ചില ഇൻസ്ട്രുമെൻസുകൾ, വാദ്യോപകരണങ്ങൾ വായിക്കുന്നതിലൂടെ മാത്രം രൂപപ്പെടുന്ന ഒന്നല്ല സംഗീതം. ഒത്തിരി ആളുകളുടെ കഠിനാധ്വാനത്തിൻ്റെ പരിണിത ഫലമാണ് ഓരോ സംഗീത അനുഭവവും. ആ അനുഭവത്തിന് എന്നോടൊപ്പം ചേർന്ന് നിന്ന എല്ലാ ദൈവിക കലാകാരന്മാരെയും ദൈവത്തെയും മനസ്സിൽ ഓർത്തുകൊണ്ട് എൻ്റെ സംഗീത വഴികളിലേക്ക് ഈ രാത്രിയിൽ യാത്ര ചെയ്യാം. ഞാൻ എഴുതിയ ഓരോ പാട്ടുകളും ചില അനുഭവങ്ങളുടെ പാട്ടുകളായിരുന്നു. എന്നാൽ ആദ്യമായി ഞാൻ ഒരു എഴുത്തുകാരനായിട്ടല്ല ഈ ക്രിസ്തീയ സംഗീത ലോകത്തേക്ക് വരുവാനിടയായി തീർന്നത്. 1999 എൻ്റെ പ്രിയ സുഹൃത്തായിരിക്കുന്ന ശ്രീ സോനു ജോണുമായി ചേർന്ന് 5 പാട്ടുകൾ ഞങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് ചിട്ടപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. 5 പാട്ടുകളും മാരാമൺ കൺവെൻഷനിലേക്ക് അയച്ചു കൊടുത്തു. എന്നാൽ അതിൽ ഒരു പാട്ട്
1999 സെലക്റ്റായി എന്നറിയുവാൻ ഇടയായി തീർന്നു. അതാണ് മാരാമൺ കൺവെൻഷനിലെ എൻ്റെ ആദ്യ ഗാനം. ഈ ഗാനം ഞങ്ങൾ എഴുതുകയും ചിട്ടപ്പെടുത്തുകയും ചെയ്തപ്പോൾ ദൈവിക വഴികളിൽ ദൈവം നടത്തിയ അത്ഭുതകരമായ അനുഭവങ്ങളെക്കുറിച്ചുള്ള പ്രകാശനങ്ങളായിരുന്നു ഓരോ വഴികളും. ആ പ്രകാശനങ്ങളുടെ ഉറവിടമായിരുന്നു അതിലെ വരികൾ. അതിൻ്റെ സംഗീതം കൂരിരുൾ താഴ്വരയിൽ കൂടി നടക്കുമ്പോൾ ഏകനാകാതെ ഒരനർത്ഥവും ഭയപ്പെടാതെ ഉന്നതൻ്റെ കരുതൽ ഉണ്ട് എന്നുള്ള സാക്ഷ്യപത്രമായിരുന്നു എന്നുള്ളതിൽ സംശയമില്ല. അങ്ങനെയെങ്കിൽ 99-ാം ആണ്ടിൽ നിങ്ങളെല്ലാവരും മാരാമൺ കൺവെൻഷനിലൂടെ ഏറ്റുപാടിയ ആ ഗാനം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പാടുകയാണ്. എൻ്റെ ദൈവം എന്നെ വഴി നടത്തുന്നു അതിശയമായി. എൻ്റെ ദൈവമെന്നെ വഴി നടത്തുന്നു അതിശയമായി, കൃപയാൽ പരിപാലിക്കും എന്നാളുമെന്നെ നിശ്ചയമായി. എൻ്റെ ദൈവമെന്നെ വഴി നടത്തുന്നു അതിശയമായി, കൃപയാൽ പരിപാലിക്കും എന്നാളുമെന്നെ നിശ്ചയമായി. കൂരിരുളിൻ താഴ്വരയിൽ ഏകനായാലും ഞാനൊരനർത്ഥവും ഭയപ്പെടില്ല. കൂരിരുളിൻ താഴ്വരയിൽ ഏകനായാലും ഞാനൊരനർത്ഥവും ഭയപ്പെടില്ല. ഉന്നതനെന്നോടു കൂടെയുള്ളതിനാൽ ദോഷമായൊന്നും ഭവിക്കയില്ല. ഉന്നതനെന്നോടു കൂടെയുള്ളതിനാൽ ദോഷമായൊന്നും ഭവിക്കയില്ല. എൻ്റെ ദൈവമെന്നെ വഴി നടത്തുന്നു അതിശയമായി, കൃപയാൽ പരിപാലിക്കും എന്നാളുമെന്നെ നിശ്ചയമായി. പ്രതികൂലങ്ങൾ ഏറിടും വേളയിൽ പ്രതിവിധി അരുളിടും അനവരതം. പ്രതികൂലങ്ങൾ ഏറിടും വേളയിൽ പ്രതിവിധി അരുളിടും അനവരതം. ആശ്രയിപ്പാനെനിക്കേകമാം മാർഗം ആശ്വാസദായകൻ യേശുവേ. ആശ്രയിപ്പാനെനിക്കേകമാം മാർഗം ആശ്വാസദായകൻ യേശുവേ. എൻ്റെ ദൈവമെന്നെ വഴി നടത്തുന്നു അതിശയമായി, കൃപയാൽ പരിപാലിക്കും എന്നാളുമെന്നെ നിശ്ചയമായി. എൻ്റെ ദൈവമെന്നെ വഴി നടത്തുന്നു അതിശയമായി, കൃപയാൽ പരിപാലിക്കും എന്നാളുമെന്നെ നിശ്ചയമായി. കർത്താവിൻ്റെ പരിപാലനം, പ്രതിസന്ധികൾ തളരാതെ നമ്മെ നടത്തുന്ന ദൈവകൃപ അനവരതമാണല്ലോ.
അങ്ങനെ പ്രതിസന്ധികൾ തളരാതെ നടത്തുന്ന ദൈവകൃപ അനുഭവിച്ചുകൊണ്ടാണ് 2000 ആണ്ടിൽ സെമിനാരി പഠനത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം എന്നെ സഹായിക്കുന്നത്. സെമിനാരി പഠനത്തിലായിരിക്കുമ്പോൾ ധാരാളം ഗാനങ്ങൾ രചിക്കുവാനുള്ള അവസരം ലഭ്യമായിട്ടുണ്ട്. പ്രത്യേകിച്ച് സെമിനാരി ചാപ്പൽ, കോട്ടയം വൈദിക സെമിനാരി ചാപ്പൽ വളരെ ധ്യാനാത്മകമായ നിമിഷങ്ങൾ സമ്മാനിച്ച അനുഭവങ്ങൾ ഒത്തിരിയേറെയുണ്ട്. ആ അനുഭവങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്തപ്പോഴാണ് വീണ്ടും ഒരു ഗാനം എൻ്റെ മനസ്സിലേക്ക് ദൈവം തമ്പുരാൻ തരികയും അതിൻ്റെ വരികൾ ചിട്ടപ്പെടുത്തുവാൻ ദൈവം എന്നോട് ആവശ്യപ്പെടുകയും ചെയ്തത്. എന്നാൽ ഈ വരികൾ ചിട്ടപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ സംഗീതം ആര് നൽകും എന്ന തോന്നൽ ഉണ്ടായി. അപ്പോഴാണ് എൻ്റെ സതീർത്ഥ്യനും സഹപാഠിയുമായിരിക്കുന്ന ബൈജു മർക്കോസ് അച്ഛൻ, ഞങ്ങൾ ഒരുമിച്ച് സെമിനാരി പഠനത്തിലായിരുന്നപ്പോൾ ഒത്തിരി ഗാനങ്ങൾ ചിട്ടപ്പെടുത്തുവാനിടയായി തീർന്നിട്ടുണ്ട്. പോൾ ജേക്കബ് അച്ഛനുമായിട്ട് ചേർന്ന് ചില ഗാനങ്ങൾ ചിട്ടപ്പെടുത്തുവാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ ബൈജു മർക്കോസ് അച്ഛൻ്റെ കരങ്ങളിലേക്ക് ഈ വരികൾ ഞാൻ നൽകിയപ്പോൾ അച്ഛൻ അതിന് സുന്ദരമായ ഒരു സംഗീതം നൽകുകയുണ്ടായി. നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം, ഞാൻ എത്ര വഴിതെറ്റിപ്പോയാലും വഴി തെറ്റാതെ വണ്ണം എന്നെ നേരായ പാതയിൽ നയിക്കുന്ന ദൈവകൃപ, എന്നെ കാവൽ ചെയ്തൊരു പാലകൻ, എന്നെ തേടി വന്ന് എന്നെ വീണ്ടെടുത്ത എൻ്റെ രക്ഷകൻ, എന്നെ മാറോട് ചേർത്തു, എന്നെ ചേർത്തണച്ചു. അതുകൊണ്ട് ഞാൻ വഴിതെറ്റിപ്പോയാലും എന്നെ കരുതുവാൻ അവൻ മതിയായവനാണ്. ഞാൻ നിലയില്ലാതെ ആഴത്തിൽ മുങ്ങിടുമ്പോൾ, ദിശയറിയാതെ ഞാൻ കുഴഞ്ഞിടുമ്പോൾ, ഞാൻ അറിയാതെ എന്നെ കാവൽ ചെയ്തൊരു പാലകൻ. സെമിനാരി ജീവിതത്തിലെ അനുഭവങ്ങളിലൂടെ യാത്ര ചെയ്ത് ദൈവം തമ്പുരാൻ ഈ വരികൾ നൽകുമ്പോൾ, അതൊരു സംഗീതമായി രൂപാന്തരപ്പെടുമ്പോൾ ഇത്രയേറെ ആളുകൾ അത് പാടും എന്ന് ഒരിക്കൽ പോലും മനസ്സിൽ വിചാരിച്ചില്ല. 2000 ആണ്ടിലെ മാരാമൺ കൺവെൻഷനിൽ ഈ ഗാനം ചേർത്തപ്പോൾ ഏറെ സന്തോഷം തോന്നി. ഇത്രമേൽ നീ എന്നെ സ്നേഹിച്ചു വീണ്ടെടുത്തവനാം യേശുനാഥ. ഇത്രമേൽ നീ എന്നെ സ്നേഹിച്ചു വീണ്ടെടുത്തവനാം യേശുനാഥ. എത്രയോ വീഥികളിൽ നിന്നെ മറന്നു പോയൊരു പാപിയയ്യോ. എത്രയോ വീഥികളിൽ നിന്നെ മറന്നു പോയൊരു പാപിയയ്യോ. വഴിതെറ്റി ഞാൻ ഉഴറും നേരം, അടിതെറ്റി ഞാൻ ഇടറും നേരം, വഴിതെറ്റി ഞാൻ ഉഴറും നേരം, അടിതെറ്റി ഞാൻ ഇടറും നേരം, ഞാനറിയാതെ എന്നെ കാവൽ ചെയ്തൊരു പാലകനെ, എന്നെ തേടി വന്നു, എന്നെ വീണ്ടെടുത്തു, എന്നെ ചേർത്തണച്ചു നിന്റെ മാർവിടത്തിൽ. എന്നെ തേടി വന്നു, എന്നെ വീണ്ടെടുത്തു, എന്നെ ചേർത്തണച്ചു നിന്റെ മാർവിടത്തിൽ. ഇത്രമേൽ നീ എന്നെ സ്നേഹിച്ചു വീണ്ടെടുത്തവനാം യേശുനാഥ. എത്രയോ വീഥികളിൽ നിന്നെ മറന്നു പോയൊരു പാപിയയ്യോ. എത്രയോ വീഥികളിൽ നിന്നെ മറന്നു പോയൊരു പാപിയയ്യോ. എത്രയോ വീഥികളിൽ മറന്നുപോയ പാപിയാണെങ്കിലും എന്നെ ചേർത്തണച്ച ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്
ഇന്ന് ഈ ഇടവകയുടെ ഹൈക്കലയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് വന്നു ചേരുവാനും 212ാമത് വെബ് സൂം വെബിനാറിലൂടെ ലൈവായി നിങ്ങളോട് സംസാരിക്കുവാനും ഇടയായിത്തീരുന്ന സന്ദർഭം. 2004 എന്നെ സംബന്ധിച്ച് ഏറെ വേദനാജനകമായ അനുഭവമായിരുന്നു. ഈ വേദനാജനകമായ അനുഭവം എന്ത് എന്ന് ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ അത് എൻ്റെ മാതാവിൻ്റെ രോഗം ആയിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. മരണകരമായ രോഗത്തിന് അടിമപ്പെട്ട എൻ്റെ മാതാവ് ക്യാൻസർ ബാധിതയായി ചികിത്സയിലേക്ക് പ്രവേശിക്കേണ്ട നാൾ വഴികൾ വന്ന് എത്തിയിരിക്കുന്ന അനുഭവം. സെമിനാരി ജീവിതത്തിൽ നിന്ന് പഠനം പൂർത്തീകരിച്ച് സഭാശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാൻ അവസാന പരീക്ഷ എഴുതുന്ന കാലഘട്ടമാണ് 2004. മുംബൈയുടെ പ്രദേശങ്ങളിലായിരിക്കുന്ന എൻ്റെ ഭവനത്തിൽ നിന്ന് എൻ്റെ മാതാവിൽ നിന്ന് ഒരു വിവരം ലഭിച്ചു. എൻ്റെ മാതാവിന് മാരകമായ ക്യാൻസർ രോഗം പിടിപെട്ടിരിക്കുന്നു. വല്ലാതെ ആടിയുലഞ്ഞ മനസ്സുമായി, തീവ്രമായ അനുഭവമായി രാപകലുകൾ ഞാൻ യാത്ര ചെയ്തു. എൻ്റെ സെമിനാരി സുഹൃത്തുക്കൾ എൻ്റെ മുറിയിൽ എന്നെ പ്രാർത്ഥിച്ച് ആശ്വസിപ്പിച്ചു. എൻ്റെ പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു: ഹിസ്കിയാവിന് 15 സംവത്സരം നീട്ടിക്കൊടുത്ത ദൈവം എൻ്റെ മാതാവിനും ഏതാനും സംവത്സരം നീട്ടി നൽകണം. കാരണം മാർത്തോമാ സഭയിലെ ഒരു വൈദികനായി കണ്ടതിന് ശേഷമായിരിക്കണം എൻ്റെ മാതാവിൻ്റെ മരണം. ദൈവം തമ്പുരാൻ ആ നാളുകളിൽ എനിക്ക് നൽകിയ ചില വരികളാണ്, എന്നെ ആശ്വസിപ്പിച്ച ചില വരികളാണ്: യേശുവേ നീയാണൻ സങ്കേതമേ, യേശുവേ നീയാണൻ കോട്ടയുമേ, രോഗങ്ങൾ വന്നാലും ശോകങ്ങൾ വന്നാലും നീ മാത്രം എന്നുടെ ആത്മനാഥൻ. ആദ്യ 4 വരികൾ എഴുതി എൻ്റെ പേഴ്സിൽ വെച്ചു. പിന്നീട് തുടർന്നുള്ള വരികൾ എനിക്ക് ലഭിക്കുന്നില്ല. മാർത്തോമാ സഭയിലെ സംഗീതജ്ഞനായിരിക്കുന്ന മിസ്റ്റർ സെനു തോമസിനെ കണ്ടപ്പോൾ ഈ വരികൾ എൻ്റെ പോക്കറ്റിൽ നിന്ന് അദ്ദേഹത്തിന് നൽകി. ഒരു കിറ്റ് കടലാസിലാണ് ഞാനത് എഴുതിയത്. അദ്ദേഹം ഏറെ നാളുകൾ ഈ വരികൾ സൂക്ഷിച്ചു. അപ്പോഴാണ് ഒരു ദിവസം പ്രിയപ്പെട്ട സെനു മാഷ് എന്നെ വിളിച്ചിട്ട് പറയുകയാണ്: അച്ഛാ, എനിക്കൊരു ട്യൂൺ ലഭിച്ചിട്ടുണ്ട്, ഞാനത് പാടി കേൾപ്പിക്കാം. പക്ഷെങ്കിൽ അതിന് മറ്റൊരു സംഗതിയുണ്ട് അച്ഛാ. അച്ഛൻ്റെ മാതാവിൻ്റെ രോഗവിവരവുമായി ദൈവം തമ്പുരാൻ അച്ഛന് നൽകിയ വരികൾ ഇതെഴുതിയപ്പോൾ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിൽ ആയയായി വന്ന് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഞാൻ ആ സ്ത്രീയെ അന്വേഷിച്ചപ്പോൾ മാരകമായ ക്യാൻസർ രോഗം പിടിപെട്ട് തിരുവനന്തപുരം RCCയിൽ ട്രീറ്റ്മെൻറ്റിലാണ് എന്നറിയുവാനിടയായി തീർന്നു. അച്ഛൻ്റെ അനുഭവവും ഈ അനുഭവവും തമ്മിൽ കൂട്ടിച്ചേർത്തപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ വരികൾ കടലാസിൽ ഞാൻ എൻ്റെ ടേബിളിൽ എടുത്ത് വയ്ക്കുകയുണ്ടായി. ദൈവം തമ്പുരാൻ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഒരു സംഗീതം നൽകി. ആ സംഗീതമാണച്ചോ ഞാൻ പാടുവാൻ പോകുന്നത്. സെനു മാഷ് ഇങ്ങനെ പാടി: യേശുവേ നീയാണൻ സങ്കേതമേ, യേശുവേ നീയാണൻ കോട്ടയുമേ, രോഗങ്ങൾ വന്നാലും ശോകങ്ങൾ വന്നാലും നീ മാത്രമെന്നുടെ ആത്മനാഥൻ. രോഗങ്ങൾ വന്നാലും ശോകങ്ങൾ വന്നാലും നീ മാത്രമെന്നുടെ ആത്മനാഥൻ. ഇതിൻ്റെ പിന്നിൽ മറ്റൊരു കഥ കൂടിയുണ്ട്. ഈ ഗാനം അവസാനമായി പാടുന്നത് സംഗീത ലോകത്തെ പ്രശസ്തയായ രാധിക തിലകാണ്, മനോരമ മ്യൂസിക്കിന് വേണ്ടി.
ഈ ഗാനം പാടിക്കൊണ്ടിരിക്കുമ്പോൾ രാധിക തിലക് ഫോണിൽ കൂടെ എന്നെ വിളിക്കുകയാണ്. അച്ചോ, ഫാദറിൻ്റെ ഗാനമാണ് ഞാനിപ്പോൾ പാടുന്നത്. ഈ ഗാനം എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട് ഫാദർ. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ്? ഫാദർ, ഞാനൊരു മാരകമായ രോഗത്തിലൂടെ കടന്നു പോകുന്നയാളാണ്. ഞാൻ ചോദിച്ചു, എന്താണ് രോഗം? അപ്പോൾ പ്രശസ്ത ഗായികയായ രാധിക തിലക് പറയുകയാണ്, ക്യാൻസറാണ് ഫാദർ. ഈ ഗാനം ആലപിക്കുമ്പോൾ ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച പ്രിയപ്പെട്ടവർ ഈ ഗാനത്തിൻ്റെ ആവിർഭാവവുമായി ബന്ധപ്പെട്ട് പറയുവാനിടയായി തീർന്നതിൻ്റെ പശ്ചാത്തലം നന്നായി മനസ്സിലാക്കി രാധിക പാടിയ തൻ്റെ ജീവിതത്തിലെ അവസാന ഗാനമാണ് യേശുവേ നീയാണൻ സങ്കേതമേ. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഗാനം നമുക്ക് ഏറ്റുപാടാം. യേശുവേ നീയാണൻ സങ്കേതമേ, യേശുവേ നീയാണൻ കോട്ടയുമേ. രോഗങ്ങൾ വന്നാലും ശോകങ്ങൾ വന്നാലും നീ മാത്രമെന്നുടെ ആത്മനാഥൻ. രോഗങ്ങൾ വന്നാലും ശോകങ്ങൾ വന്നാലും നീ മാത്രമെന്നുടെ ആത്മനാഥൻ. യേശുവേ നീയാണ് സങ്കേതമേ, യേശുവേ നീയാണ് കോട്ടയുമേ. രോഗങ്ങൾ വന്നാലും ശോകങ്ങൾ വന്നാലും നീ മാത്രമെന്നുടെ ആത്മനാഥൻ. രോഗങ്ങൾ വന്നാലും ശോകങ്ങൾ വന്നാലും നീ മാത്രമെന്നുടെ ആത്മനാഥൻ. ഈ മരുയാത്രയിൽ ക്ലേശങ്ങളേറുമ്പോൾ താങ്ങായി തണലായി കൂട്ടിരുന്ന്, ഈ മരുയാത്രയിൽ ക്ലേശങ്ങളേറുമ്പോൾ താങ്ങായി തണലായി കൂട്ടിരുന്ന്, വേദനയാലൻ ഉള്ളം തകരുമ്പോൾ കുളിരായൻ മനതാരിൽ വന്നിടണേ. വേദനയാലൻ ഉള്ളം തകരുമ്പോൾ കുളിരായൻ മനതാരിൽ വന്നിടണേ. യേശുവേ നീയാണ് സങ്കേതമേ, യേശുവേ നീയാണ് കോട്ടയുമേ. രോഗങ്ങൾ വന്നാലും ശോകങ്ങൾ വന്നാലും നീ മാത്രമെന്നുടെ ആത്മനാഥൻ. രോഗങ്ങൾ വന്നാലും ശോകങ്ങൾ വന്നാലും നീ മാത്രമെന്നുടെ ആത്മനാഥൻ. കർത്താവിൻ്റെ സാന്നിധ്യം പലവിധ അനുഭവങ്ങൾ ദർശിക്കുവാൻ മനസ്സിലാക്കുവാൻ ഇടയായിട്ടുണ്ട് ഈ വഴിയാത്രയിൽ, ശുശ്രൂഷയിൽ. പ്രത്യേകിച്ച് പല പ്രാവശ്യം ദൈവം തമ്പുരാൻ കാതുകൾ വന്ന് സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരു അവസരത്തിലാണ് 2010 ആണ്ടിൽ ദൈവം തമ്പുരാൻ ഒരു ദേവാലയത്തിൻ്റെ ഉള്ളിൽ വെറുതെ മൗനമായി ഇരിക്കുമ്പോൾ, വിശുദ്ധ മദ്ബഹായിലെ കുരിശിനെ നോക്കിയിരിക്കുമ്പോൾ അവിടെ വെച്ച് തന്ന വരികൾ വളരെ അർത്ഥവത്താണ്. വിശുദ്ധ മദ്ബഹായുടെ കുരിശിലേക്ക് ദർശിച്ചപ്പോൾ അവിടെ ഒരു രൂപം വന്ന് നിൽക്കുന്നത് പോലെ എനിക്ക് കാണുവാൻ ഇടയായിത്തീർന്നു. അപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞ് ഒഴുകുവാൻ തുടങ്ങി. ആ കരയുന്ന കണ്ണുനീരിനെ തുടച്ചുകൊണ്ട് ആണിപ്പഴുതുള്ള കരം നീട്ടി അവൻ എന്നെ മാറോട് ചേർക്കുന്നത് എനിക്ക് മനസ്സിലാക്കുവാൻ ഇടയായിത്തീർന്നു. വ്യക്തമായി ഞാൻ കണ്ട ഈ ദർശനം വരികളായി എന്നിൽ രൂപാന്തരപ്പെട്ടപ്പോൾ അത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായിരിക്കുന്ന ജോസി പുല്ലാടിൻ്റെ കൈകളിലാണ് നൽകുവാൻ ഇടയായിത്തീർന്നത്.
ഞാനും അദ്ദേഹവുമായി ഒരു കീബോർഡിൻ്റെ മുൻപിൽ ഞങ്ങൾ ഇരിക്കുകയാണ്. ഞാൻ ഈ സന്ദർഭം അദ്ദേഹത്തോട് വിവരിച്ചു. ഇതാണ് ഈ വരികൾ എഴുതുവാൻ ദൈവം തമ്പുരാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഞങ്ങൾ ഒരു നിമിഷം ആ വാദ്യോപകരണത്തിന് മുൻപിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ രൂപം വീണ്ടും കാണുവാൻ ഇടയായി തീർന്നു. ഞങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി. അദ്ദേഹം തൻ്റെ കീബോർഡിൽ വിരലുകൾ ചലിപ്പിച്ചു. നാഥാ, നിൻ മുൻപിൽ വന്നിടുന്നു, കരുണാർദ്രമിഴികൾ തുറക്കേണമേ, കനിവിൻ കരങ്ങൾ നീട്ടിയെന്നെ കനിവോടു ചേർത്തണച്ചിടണമേ. നാഥാ, നിൻ മുൻപിൽ വന്നിടുന്നു, കരുണാർദ്രമിഴികൾ തുറക്കേണമേ, കനിവിൻ കരങ്ങൾ നീട്ടിയെന്നെ കനിവോടു ചേർത്തണച്ചിടണമേ. നാഥാ, നിൻ മുൻപിൽ വന്നിടുന്നു, കരുണാർദ്രമിഴികൾ തുറക്കേണമേ, കനിവിൻ കരങ്ങൾ നീട്ടിയെന്നെ കനിവോടു ചേർത്തണച്ചിടണമേ. ഹൃദയം നുറുങ്ങുന്നോരേവരെയും പാദാന്തികെ ചേർത്തു ശാന്തിയേകി. ഹൃദയം നുറുങ്ങുന്നോരേവരെയും പാദാന്തികെ ചേർത്തു ശാന്തിയേകി. രോഗികൾക്കെല്ലാം സൗഖ്യമദായും നൊമ്പരമാനസകാശ്വാസമായും തിരുസ്നേഹമേകി നടത്തേണമേ. നാഥാ, നിൻ മുൻപിൽ വന്നിടുന്നു, കരുണാർദ്രമിഴികൾ തുറക്കേണമേ, കനിവിൻ കരങ്ങൾ നീട്ടിയെന്നെ കനിവോടു ചേർത്തണച്ചിടണമേ. നാഥാ, നിൻ മുൻപിൽ വന്നിടുന്നു, കരുണാർദ്രമിഴികൾ തുറക്കേണമേ, കനിവിൻ കരങ്ങൾ നീട്ടിയെന്നെ കനിവോടു ചേർത്ത് അണച്ചിടണമേ. കനിവോട് ചേർത്തണയ്ക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം. 2011 ഞങ്ങൾക്ക് മൂത്ത മകൻ ഉണ്ടായത്. അവൻ്റെ പേര് അമിഷ് എന്നാണ്. അവനെ കൺസീവ് ചെയ്തപ്പോൾ എൻ്റെ സഹധർമ്മിണിയെ ശുശ്രൂഷിക്കുന്ന ഡോക്ടേഴ്സ് പറഞ്ഞു, അവൻ ജനിക്കുമ്പോൾ ചിലപ്പോൾ അവന് ഒരു സർജറി വേണ്ടി വരും. കാരണം അവൻ്റെ ഒരു കിഡ്നിയുടെ ചെറിയ ഭാഗത്ത് ചില പ്രശ്നങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുകയാണ്. ഞങ്ങൾ കേരളത്തിലെ ഒരു ഇടവകയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. 5-ാം മാസത്തിലെ സ്കാനിങ്ങിലാണ് ഇതറിയപ്പെടുന്നത്. രാത്രി 12 മണിക്കാണ് ഈ പാഴ്സനേജിൽ നിന്ന് ഒരു സ്വകാര്യ ആശുപത്രിയിൽ സ്കാനിങ്ങിന് വേണ്ടി പോകുന്നത്. അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു, അച്ഛാ, ഇങ്ങനെയൊരു പ്രശ്നമുള്ളതായി തോന്നുന്നുണ്ട്. ഇനിയും 7-ാം മാസത്തിൽ ഒരു സ്കാനിങ് കൂടിയുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് നിശ്ചയിക്കുവാൻ സാധിക്കും. ഞങ്ങളുടെ ഇടവകയിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുമായി ഈ വിവരം പങ്കുവച്ചു. അന്നു മുതൽ വിശുദ്ധ മദ്ബഹായുടെ 2-ാം ഭാഗം ശുശ്രൂഷ, വിശുദ്ധ കുർബാന ശുശ്രൂഷയിൽ 2-ാം ഭാഗം ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ സമാധാനത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് മുൻപ്
വൈദികൻ നെടുമ്പാട് വീണ് ത്രോണോസിന് മുൻപിൽ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുമ്പോൾ എൻ്റെ പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു: ദൈവമേ, ഞങ്ങൾക്ക് ആദ്യമായി നൽകുന്ന കുഞ്ഞ് ഒരു പ്രയാസവും കൂടാതെ ഈ ലോകത്തിലേക്ക് വരുവാൻ തക്കവണ്ണം നീ അവിടുന്ന് സഹായിക്കണം. നിരന്തരമായി ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ യാത്രയിൽ സഹയാത്രികരായിരുന്ന ഞങ്ങളുടെ ഇടവാങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 2011 ആണ്ട് ജനുവരി മാസം 21 തീയതി എൻ്റെ സഹധർമ്മിണി ഒരു മകന് ജന്മം നൽകി. ഡോക്ടർമാർ ഓടി വന്നവനെ പരിചരിച്ചു, ശുശ്രൂഷിച്ചു. അപ്പോഴാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞ് അവനെ സ്കാനിങ് റൂമിലേക്ക് കൊണ്ടുപോകുന്നു. ആദ്യം സ്കാൻ ചെയ്ത ഡോക്ടർ തന്നെ അവനെ വന്ന് നോക്കുകയാണ്. അവരാകെപ്പാടെ അത്ഭുതപ്പെട്ടിരിക്കുന്നു. 5-ാം മാസത്തിലും 7-ാം മാസത്തിലും സ്കാൻ ചെയ്യപ്പെട്ട രേഖകളൊക്കെ തിരിച്ചും മറിച്ചും പരിശോധിക്കുകയാണ്. അത്ഭുതമെന്ന് പറയട്ടെ, കണ്ടുപിടിക്കപ്പെട്ട രോഗം അവനില്ല എന്ന് ഡോക്ടർ ഉറപ്പിച്ച് ഞങ്ങളോട് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ഒരു ദൈവം. വിശുദ്ധ മദ്ബഹായിൽ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കുന്ന ഒരു ദൈവം. ആ ദൈവത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം. ഇന്ന് ഈ ശുശ്രൂഷയിൽ ആരെങ്കിലും ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയവുമായി വന്ന് പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുവാൻ മതിയായവനാണ് എൻ്റെ ദൈവം, ഞങ്ങളുടെ ദൈവം. അവൻ ജീവിക്കുന്നവനാണ്. ദൈവം തന്ന വരികൾ ഇങ്ങനെ എഴുതി വെച്ചു: സ്തോത്രമോടിനിതാ അണഞ്ഞിടുന്നു, നിൻ കൃപദാനങ്ങൾ പകർന്നിടണേ, നന്ദിയല്ലാതൊന്നും നൽകിടുവാൻ എൻ ജീവിതത്തിൽ ഇല്ല യേശുനാഥ. 2011 ആണ്ടിൽ എഴുതിയ ഈ ഗാനത്തിൻ്റെ വരികൾ എൻ്റെ സുഹൃത്തായിരിക്കുന്ന ജോസിയുടെ കയ്യിൽ നൽകി. അദ്ദേഹത്തിൻ്റെ സംഗീതം എന്ന് പറയുന്നത് എൻ്റെ വരികളോട് തൊട്ട് ഇണങ്ങുന്ന സംഗീതമാണ്. അദ്ദേഹം മനോഹരമായ സംഗീതം അതിന് നൽകുകയുണ്ടായി. ഞങ്ങൾ ഒരുമിച്ചാണ് ഈ സംഗീതം നൽകിയത്, ഒരുമിച്ചാണ് ഇത് രചിക്കപ്പെട്ടത്. അതിൽ ഒന്നാമത്തെ ചരണം ഇങ്ങനെയാണ്. 2012 ആണ്ടിലെ മാരാമൺ കൺവെൻഷനിൽ ഇങ്ങനെ ചേർത്തിരിക്കുന്നു: കാരുണ്യം തൂകുന്ന നിൻ കണ്ണുകൾ, വാത്സല്യമേകുന്ന നിൻ മൊഴികൾ, എൻ ജീവിതത്തിൽ ശാന്തിയേകിടുവാൻ കാരുണ്യവാരിതേ കനിയണമേ, സ്തോത്രമോടിനിതാ അണഞ്ഞിടുന്നു. സ്തോത്രമോടിന്നിതാ അണഞ്ഞിടുന്നു, നിൻ കൃപദാനങ്ങൾ പകർന്നിടണേ, നന്ദിയല്ലാതൊന്നും നൽകിടുവാൻ എൻ ജീവിതത്തിൽ ഇല്ല യേശുനാഥാ. സ്തോത്രമോടിന്നിതാ അണഞ്ഞിടുന്നു, നിൻ കൃപദാനങ്ങൾ പകർന്നിടണേ, നന്ദിയല്ലാതൊന്നും നൽകിടുവാൻ എൻ ജീവിതത്തിൽ ഇല്ല യേശുനാഥാ. നന്ദിയല്ലാതൊന്നും നൽകിടുവാൻ എൻ ജീവിതത്തിൽ ഇല്ല യേശുനാഥാ. കാരുണ്യം തൂകുന്ന നിൻ കണ്ണുകൾ, വാത്സല്യമേകുന്ന നിൻ മൊഴികൾ, കാരുണ്യം തൂകുന്ന നിൻ കണ്ണുകൾ, വാത്സല്യമേകുന്ന നിൻ മൊഴികൾ, എൻ ജീവിതത്തിൽ ശാന്തിയേകിടുവാൻ കാരുണ്യവാരിതേ
വാരിതെ കനിയണമേ. എൻ ജീവിതത്തിൽ ശാന്തിയേകിടുവാൻ കാരുണ്യവാരിതെ കനിയണമേ. സ്തോത്രമോടിന്നിതാ അണഞ്ഞിടുന്നു നിൻ കൃപദാനങ്ങൾ പകർന്നിടണേ. നന്ദിയല്ലാതൊന്നും നൽകിടുവാൻ എൻ ജീവിതത്തിൽ ഇല്ല യേശുനാഥാ. നന്ദിയല്ലാതൊന്നും നൽകിടുവാൻ എൻ ജീവിതത്തിൽ ഇല്ല യേശുനാഥാ. സ്തോത്രമോടിന്നിതാ അണഞ്ഞിടുന്നു. 2012 മറ്റൊരു ഗാനം കൂടെ ദൈവം തമ്പുരാൻ എനിക്ക് നൽകിയുണ്ടായി. മാരാമൺ കൺവെൻഷനിൽ ചേർക്കപ്പെടുവാൻ ദൈവം സഹായിച്ചു. ഒരു ഓണത്തിൻ്റെ ദിവസം ഞങ്ങൾ താമസിക്കുന്ന പാഴ്സനേജിൽ നിന്ന് എൻ്റെ സഹധർമ്മിണിയുടെ ഭവനത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഉണ്ടായ ഒരു അപകടത്തിൽ ദൈവം തമ്പുരാൻ ഞങ്ങളെ വിടുവിച്ചതിൻ്റെ അനുഭവമാണ് ഈ ഗാനം. ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുമായി യാത്ര ചെയ്യുമ്പോൾ, ബസ് സ്റ്റോപ്പിൽ ബസ് ഇറങ്ങി നിന്ന് അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് നിന്നിരുന്ന ഒരു കുഞ്ഞ് ഞങ്ങളുടെ കാർ ഈ ബസ്സിൻ്റെ പിന്നിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളുടെ കാറിന് മുന്നിലേക്ക് അമ്മയുടെ കൈ വിട്ടിട്ട് ഓടി റോഡിലേക്ക് വരികയാണ്. ഞങ്ങളുടെ കാർ ഈ കുഞ്ഞിനെ ഇടിക്കുകയും ഈ കുഞ്ഞ് ഞങ്ങളുടെ കാറിന് മുൻപിൽ വീഴുകയും ചെയ്യുന്നു. 2 വയസ്സുള്ള എൻ്റെ മൂത്ത മകൻ, 3 മാസമുള്ള എൻ്റെ മകൾ. അങ്ങനെ സഡൻ ബ്രേക്ക് ഇട്ടതുകൊണ്ട് മുൻപിലിരുന്ന കുഞ്ഞ് നെഞ്ച് ഡാഷ്ബോർഡിൽ ചെന്നിടിക്കുകയാണ്. ഞാൻ പെട്ടെന്നിറങ്ങി റോഡിൽ വീണ കുഞ്ഞിനെ രക്ഷിക്കുവാൻ ശ്രമിക്കുമ്പോൾ അവിടെ അടുത്ത് നിന്ന ആളുകളൊക്കെ വന്ന് ഞങ്ങൾക്ക് സഹായം അരുളുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ പോയ ചിന്ത ഇങ്ങനെ മാത്രമാണ്: ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടല്ലോ, അതുപോലെ ഒരു കുഞ്ഞാണല്ലോ ഞങ്ങളുടെ മുൻപിലായിരിക്കുന്ന ഈ കുഞ്ഞും. എന്തെങ്കിലും ഈ കുഞ്ഞിന് സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ കുഞ്ഞിന് സംഭവിക്കുന്ന പോലെയാണല്ലോ അവൻ്റെ മാതാപിതാക്കൾക്ക്. അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥന എങ്ങനെയായിരുന്നു: ദൈവമേ, ഇവന് യാതൊന്നും സംഭവിക്കരുതേ. വിശദമായ അന്വേഷണത്തിലൂടെയും വിശദമായ വൈദ്യപരിശോധനയിലൂടെയും മനസ്സിലാക്കുവാൻ സാധിച്ചത് അവൻ്റെ കാലുകൾക്ക് ഒടിവുണ്ട്, മറ്റ് ക്ഷതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഓണത്തിനാളായതുകൊണ്ട് അന്ന് പ്രത്യേക ആശുപത്രികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ കുഞ്ഞുമായി മറ്റൊരു സ്ഥലത്തേക്ക് പോകുവാനും മറ്റ് പരിചരണങ്ങൾ ആശുപത്രി ലഭ്യമാകുവാനും ഇടയായി തീർന്നു. പ്രാർത്ഥനയോടുകൂടിയാണ് ആശുപത്രിയുടെ അത്യാഗത വിഭാഗത്തിൽ ഞാൻ നിന്നത്. ദൈവമേ, നീ അവിടെ നിന്ന് കാത്തുകൊള്ളണേ. എന്നാൽ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം തമ്പുരാൻ മറുപടി നൽകി. അതിൻ്റെ പ്രതിഫലനം എന്ന നിലയിലാണ് വിശ്വാസത്താൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്തിൽ എല്ലാം ചെയ്തിടും ഞാൻ, യേശുവിൻ രക്തത്താൽ ജയമുള്ളതാൽ സംഹാരകൻ എന്നെ കടന്നു പോകും. 2012 ചേർക്കപ്പെട്ട ഒരു ഗാനമാണ്. അതിലെ വരികൾ ഇങ്ങനെയാണ്: കെരിത് തോട്ടിലെ വെള്ളം വറ്റിയാലും കാക്കയിൻ വരവത് നിന്നിടിലും ഏലിയാവെ പോറ്റിയ ജീവൻ്റെ ദൈവം എന്നെയും പോറ്റുവാൻ മതിയായവൻ. എരിയും തീച്ചുളയ്ക്കുള്ളിൽ വീണിലും വിശ്വാസ ശോധന ഏറിയാലും അഗ്നിയും നാളത്തിൽ വെന്തുപോയിടാതെ സർവശക്തൻ ദൈവം പരിപാലിക്കും. ചെങ്കടലിൽ തൻ ജനത്തെ നടത്തിയോൻ, മാറായെ മാധുര്യമാക്കിയവൻ, വിശ്വാസയാത്രയിൽ കൂടെ ഇരുന്നെന്നെ അത്ഭുതമായെന്നും വഴി നടത്തും. സംഗീതം ശ്രീ ജോസി പുല്ലാട്. 2012 മാരാമൺ കൺവെൻഷൻ ഗീതങ്ങൾ. മുന്നേറും ഞാൻ, വിശ്വാസത്തിൽ എല്ലാം ചെയ്തിടും ഞാൻ. യേശുവിൻ രക്തത്താൽ ജയമുള്ളതാൽ സംഹാരകൻ എന്നെ കടന്നുപോകും. യേശുവിൻ രക്തത്താൽ ജയമുള്ളതാൽ സംഹാരകൻ എന്നെ കടന്നുപോകും. വിശ്വാസത്താലെന്നും മുന്നേറും ഞാൻ, വിശ്വാസത്തിൽ എല്ലാം ചെയ്തിടും
ചെയ്തിടും ഞാൻ. യേശുവിൻ രക്തത്താൽ ജയമുള്ളതാൽ സംഹാരകൻ എന്നെ കടന്നുപോകും. യേശുവിൻ രക്തത്താൽ ജയമുള്ളതാൽ സംഹാരകൻ എന്നെ കടന്നുപോകും. വിശ്വാസത്താലെന്നും മുന്നേറും ഞാൻ. വിശ്വാസത്തിൽ എല്ലാം ചെയ്തിടും ഞാൻ. യേശുവിൻ രക്തത്താൽ ജയമുള്ളതാൽ സംഹാരകൻ എന്നെ കടന്നുപോകും. യേശുവിൻ രക്തത്താൽ ജയമുള്ളതാൽ സംഹാരകൻ എന്നെ കടന്നുപോകും. വിശ്വാസത്താലെല്ലാം എന്ന് മുന്നേറും ഞാൻ. വിശ്വാസത്താലെല്ലാം ചെയ്തിടും ഞാൻ. യഹോവയെ ഞാൻ എല്ലാ കാലത്തും വാഴ്ത്തും. അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. 2015 ദൈവം തമ്പുരാൻ ദാവീദ് എന്ന ഏറ്റവും മനോഹരമായ രചയിതാവിലൂടെ എനിക്ക് നൽകിയ വരികളാണ് ഇനിയും പാടുവാൻ പോകുന്നത്. യഹോവയെ ഞാൻ എല്ലാ കാലത്തും വാഴ്ത്തും. ഇങ്ങനെ ഇരുന്നപ്പോൾ ദൈവം തമ്പുരാൻ എന്നോട് സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. ഈ യഹോവ എത്ര നല്ലവനാണ്, അവൻ വല്ലഭനാണ്. യഹോവയിൽ മുഖം ദർശിക്കുമ്പോൾ പ്രകാശപൂർണനായി മാറുവാൻ അവൻ നമ്മെ അനുവദിക്കുന്നവനാണ്. അനർത്ഥങ്ങൾ ഏറിടുന്ന സാഹചര്യങ്ങളിൽ അവൻ നമ്മെ അനുഗ്രഹകരമായി വഴി നടത്തുന്നവനാണ്. 2015 ആണ്ടിലെ മാരാമൺ കൺവെൻഷൻ ഗീതത്തിൽ ഉൾപ്പെടുത്തുവാൻ ദൈവം തമ്പുരാൻ സഹായിച്ചു. ഇത് മനോരമ മ്യൂസിക് മെറിൻ ഗ്രിഗറി ഈ പാട്ട് മനോരമ മ്യൂസിക്കിൻ്റെ ആൽബത്തിലൂടെ പാടുവാനും ഇടയായി തീർന്നു. യഹോവയെ ഞാൻ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ സ്തുതിയോ എന്നാവിന്മേൽ ഇരിക്കും. എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ സ്തുതിയോ എന്നാവിൻ മേലിരിക്കും. യഹോവയെ ഞാൻ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ സ്തുതിയോ എന്നാവിൻ മേലിരിക്കും. അവൻ നല്ലവൻ, അവൻ വല്ലഭൻ, ആ നാമമെത്ര മധുരം. അവൻ നല്ലവൻ, അവൻ വല്ലഭൻ, തൻ നാമമുയർത്തിടുവിൻ. അവൻ നല്ലവൻ, അവൻ വല്ലഭൻ, തൻ നാമമുയർത്തിടുവിൻ. യഹോവയെ ഞാൻ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ സ്തുതിയോ എന്നാവിൻ മേലിരിക്കും. യഹോവയിൽ മുഖം ദർശിക്കുമ്പോൾ പ്രകാശപൂർണരായി മാറിടുമേ. യഹോവയിൽ മുഖം ദർശിക്കുമ്പോൾ പ്രകാശപൂർണരായി മാറിടുമേ. അനർത്ഥങ്ങളേറിടും നിമിഷങ്ങളിൽ ദൂതന്മാർ കാവലായി അണഞ്ഞിടുമേ. അനർത്ഥങ്ങളേറിടും നിമിഷങ്ങളിൽ ദൂതന്മാർ കാവലായി അണഞ്ഞിടുമേ. ഭയമേതും ലേശവുമേശിടാതെ
നാഥൻ കരുതിടുമേ. ഭയമേതും ലേശവുമേശിടാതെ നാഥൻ കരുതിടുമേ. യഹോവയെ ഞാൻ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ സ്തുതിയോ എന്നാവിന്മേലിരിക്കും. യഹോവയെ ഞാൻ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ സ്തുതിയോ എന്നാവിന്മേലിരിക്കും. 2013 ആകസ്മികമായി എൻ്റെ കഴുത്തിൻ്റെ അവിടെ വെറുതെ കൈ ഓടിച്ചപ്പോൾ ഒരു ട്യൂമർ പോലെ കാണുവാനിടയായി തീർന്നു. ഈ സാഹചര്യങ്ങളിൽ പെട്ടെന്നുണ്ടാകുന്ന അനുഭവങ്ങൾ നമുക്കറിയാമല്ലോ. ഭയവും ശങ്കയും വേദനയും ഒക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം. വിവിധ ഹോസ്പിറ്റലുകളിൽ പോയി ഡോക്ടറെ കാണുവാനിടയായി തീർന്നു. അവരെല്ലാവരും സംശയത്തോടു കൂടിയാണ് പറഞ്ഞത്. എന്നാൽ തിരുവല്ലായിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചെന്ന് ഒരു ഡോക്ടറെ കണ്ടു. പല പ്രാവശ്യം അവർ ബയോപ്സി ചെയ്തു. എന്നാൽ ബയോപ്സിയിൽ അവർക്കൊന്നും ലഭ്യമായി തീരുന്നില്ല, ടിഷ്യൂസ് ഒന്നും ലഭ്യമായി തീരുന്നില്ല. ബ്ലഡാണ് ബയോപ്സി ചെയ്യുമ്പോൾ നീഡിൽ കൂടെ വരുന്നത്. അങ്ങനെ ഡോക്ടർ സജസ്റ്റ് ചെയ്തു, മോണിറ്ററിലൂടെ മോണിറ്റർ ചെയ്ത് നീഡിൽ ഇറക്കി ആ പ്രത്യേക ഭാഗത്ത് നീഡിൽ തുളച്ച് ടിഷ്യൂ എടുക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ തുടർന്നുള്ള പ്രത്യേകമായ പരിശോധനയ്ക്ക് വിടാം എന്നുള്ള ചിന്ത. വളരെ ആകുലനായിട്ടാണ് ഈ ഒരു പരിശോധനയ്ക്ക് ഞാൻ വിധേയനാകുന്നത്. അവിടെ ഈ പ്രത്യേകമായ പരിചരണത്തിനുണ്ടായിരുന്ന ഒരു കാത്തലിക് ഡോക്ടറാണിത് ഇഞ്ചക്ട് ചെയ്തെടുക്കുവാൻ നിയോഗിതനായി തീർന്നത്. ഡോക്ടർ എന്നോട് ചോദിക്കുകയാണ്, ഫാദർ പേടിയുണ്ടോ? ഞാൻ പറഞ്ഞു പേടിയുണ്ട്. അപ്പോൾ ഡോക്ടർ എന്നോട് പറയുന്നു, എന്തിനാണ് പേടിക്കുന്നത്? ഞാൻ പറഞ്ഞു, മനുഷ്യരല്ലേ, പേടിയുണ്ടാകുമല്ലോ. അപ്പോൾ ഡോക്ടർ എന്നോട് പറയുകയാണ്, ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, ദൈവം ദോഷമായിട്ടൊന്നും വരുത്തില്ല. ഇത് ഡോക്ടർ പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി, ആ ടേബിളിൽ കിടന്നുകൊണ്ട് തന്നെ. അപ്പോൾ ഡോക്ടർ എന്നോട് ചോദിക്കുന്നു, ഫാദർ എന്തിനാണ് കരയുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ ഡോക്ടറിൻ്റെ ശബ്ദം ഒരു ദൈവശബ്ദമായി എനിക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ എൻ്റെ മനസ്സിൽ ദൈവം ചില വരികൾ ഇങ്ങനെ പെട്ടെന്ന് രൂപപ്പെടുത്തി. കണ്ണുനീർ കാണുന്ന എൻ്റെ ദൈവം കരതലത്താൽ കണ്ണീർ തുടച്ചിടുമേ. വേദന അറിയുന്ന എൻ്റെ ദൈവം സാന്ത്വനമേകി നടത്തിടുമേ. ഇത് അനുഭവം പ്രിയ ജോസിയുമായി പങ്കുവെച്ചപ്പോൾ ജോസി എന്നോട് പറയുകയാണ്, അച്ഛാ, ഈ അനുഭവത്തിനപ്പുറം മറ്റൊന്നുമില്ല. ദൈവം തമ്പുരാൻ നമ്മളെ നടത്തുന്ന വഴികൾ അഗോചരമാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ഗാനം മാരാമൺ കൺവെൻഷന് നൽകണം. അച്ഛൻ ആ ടേബിളിൽ കിടന്ന് അനുഭവിച്ച വേദനയുടെ പശ്ചാത്തലത്തിൽ എൻ്റെ കരങ്ങൾ ചലിക്കുമ്പോൾ, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ദൈവം തമ്പുരാൻ സംഗീതം നൽകും. തുടർന്ന് പ്രിയപ്പെട്ട ജോസി എന്നെ വിളിച്ച് പാടുന്ന പാട്ട് ഇതാണ്. കണ്ണുനീർ കാണുന്ന എൻ്റെ ദൈവം കരതലത്താൽ കണ്ണീർ തുടച്ചിടുമേ. വേദന അറിയുന്ന എൻ്റെ ദൈവം സാന്ത്വനമേകി നടത്തിടുമേ. കണ്ണുനീർ കാണുന്ന എൻ്റെ ദൈവം കരതലത്താൽ കണ്ണീർ തുടച്ചിടുമേ. എൻ്റെ അനുഭവങ്ങളുടെ ഈ ഗാനശൃംഖലയിൽ ഇത് ഇപ്പോഴത്തെ ഈ സന്ധ്യയിലെ അവസാനത്തെ ഗാനമായി പരിണമിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കേൾക്കുന്ന എല്ലാവരുമേ, എന്നെ സഹായിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ഒന്നുമില്ല എന്ന് ഒരിക്കൽ കൂടെ ഏറ്റുപറയട്ടെ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് എൻ്റെ ആരാധനാ സമൂഹത്തിൻ്റെ ഇടവകയായിരിക്കുന്ന പള്ളിയുടെ ഹൈക്കലയിൽ ഇതിനു വേണ്ടി ഞാൻ തിരഞ്ഞെടുത്തത്. പ്രിയപ്പെട്ട അലനച്ചൻ എന്നോടൊപ്പമായിരിക്കുന്നത്, ടെക്നിക്കൽ ടീം എന്നോടൊപ്പമായിരിക്കുന്നത്, പ്രിയപ്പെട്ട ഷാനി, ഷാലോം, ആൽവിൻ തുടങ്ങിയവർ എന്നോടൊപ്പമായിരിക്കുന്നത്, ഇതിൻ്റെ സംഘാടകരായി പ്രവർത്തിക്കുന്ന മിസ്റ്റർ വിൽസൺ കരിമ്പന്നൂർ, ഒത്തിരി ആളുകൾ, ഇത് കേൾക്കുന്നവർ, ഇതിൽ പങ്കുചേർന്നിരിക്കുന്ന വൈദികർ. ഞാനൊന്നുമില്ല, എല്ലാം ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ കരുതലാണ്. അങ്ങനെയെങ്കിൽ
കണ്ണുനീർ കാണുന്ന എൻ്റെ ദൈവം. അതിനകത്ത് ഞാൻ കോറസായിട്ട് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: കലങ്ങുകില്ല, ഞാൻ ഭ്രമിക്കയില്ല, തളരുകില്ല, ഞാൻ തകരുകില്ല, പ്രാർത്ഥന കേട്ടവൻ വിടുവിച്ചിടും, ആനന്ദമായി അവൻ വഴി നടത്തും. അല്ലച്ചൻ സിംഹത്തിൻ ഗുഹയിൽ ഇറങ്ങിയ ദൈവം പ്രാർത്ഥനയ്ക്കുത്തരം നൽകിടുമേ. സിംഹത്തിൻ ഗുഹയിൽ ഇറങ്ങിയ ദൈവം പ്രാർത്ഥനയ്ക്കുത്തരം നൽകിടുമേ. വൈരികൾ എനിക്കെതിരായി വരുമ്പോൾ വചനമയച്ചെന്നെ ബലപ്പെടുത്തും. വൈരികൾ എനിക്കെതിരായി വരുമ്പോൾ വചനമയച്ചെന്നെ ബലപ്പെടുത്തും. കലങ്ങുകില്ല, ഞാൻ ഭ്രമിക്കയില്ല, തളരുകില്ല, ഞാൻ തകരുകില്ല. കലങ്ങുകില്ല, ഞാൻ ഭ്രമിക്കയില്ല, തളരുകില്ല, ഞാൻ തകരുകില്ല. പ്രാർത്ഥന കേട്ടവൻ വിടുവിച്ചിടും, ആനന്ദമായി അവൻ വഴി നടത്തും. പ്രാർത്ഥന കേട്ടവൻ വിടുവിച്ചിടും, ആനന്ദമായി അവൻ വഴി നടത്തും. മോറിയ മലയിലെ യാഗഭൂമിയതിൽ ദൈവിക ദർശനം കണ്ടതുപോൽ, മോറിയ മലയിലെ യാഗഭൂമിയതിൽ ദൈവിക ദർശനം കണ്ടതുപോൽ, പരീക്ഷകൾ നിരന്തരം ഉയർന്നിടുമ്പോൾ അത്ഭുത ജയം നൽകി പരിപാലിക്കും. പരീക്ഷകൾ നിരന്തരം ഉയർന്നിടുമ്പോൾ അത്ഭുത ജയം നൽകി പരിപാലിക്കും. കലങ്ങുകില്ല, ഞാൻ ഭ്രമിക്കയില്ല, തളരുകില്ല, ഞാൻ തകരുകില്ല. കലങ്ങുകില്ല, ഞാൻ ഭ്രമിക്കയില്ല, തളരുകില്ല, ഞാൻ തകരുകില്ല. പ്രാർത്ഥന കേട്ടവൻ വിടുവിച്ചിടും, ആനന്ദമായി അവൻ വഴി നടത്തും. പ്രാർത്ഥന കേട്ടവൻ വിടുവിച്ചിടും, ആനന്ദമായി അവൻ വഴി നടത്തും. ഈ വെബിനാറിൽ സംബന്ധിച്ച എല്ലാവരോടുമുള്ള സ്നേഹം അറിയിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങളൊന്നുമില്ല, ഞങ്ങളേതുമില്ല, എന്നാൽ നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ കരുണ, ദൈവത്തിൻ്റെ കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഞങ്ങൾക്ക് ലഭ്യമായി തീർന്നതിനാൽ ദൈവത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്ത് അവൻ്റെ വഴികളിൽ സഞ്ചരിക്കുവാൻ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ ഈ പ്രത്യേക ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അനൗൺസ്മെന്റ് അല്ലേ? ഓക്കെ, അനൗൺസ്മെന്റ്. അതെ. കർത്താവിൽ പ്രിയരെ, ലൈറ്റൺ ടു ലൈറ്റൺ മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ 113ാമത് വെബിനാറ് അടുത്ത ശനിയാഴ്ച രാത്രി 8:30 നടക്കുന്നതായിരിക്കും. അന്നത്തെ വെബിനാറില് പ്രഭാഷണം നടത്തുന്നത് ക്രൈസ്തവ ഗാന ചക്രവാളത്തിലെ, പ്രത്യേകിച്ച് മലയാള ഗാനങ്ങളിലെ വളരെ പ്രസിദ്ധനായ ഒരു വ്യക്തിയാണ്. നമുക്ക് ഗാനങ്ങൾ അന്ന് സ്വന്തം അനുഭവങ്ങളും ഗാനങ്ങൾ രചിക്കാനുള്ള സാഹചര്യങ്ങളും വെളിവാക്കുന്നത്
ബഹുമാനപ്പെട്ട ചാൾസ് ജോൺ എന്ന പേരിൽ അറിയപ്പെടുന്ന സുവിശേഷകനാണ് ചാൾസ് ജോൺ. ചാൾസ് ജോൺ സാറിനെ പറ്റി പറയുമ്പോൾ ദൈവകൃപയിൽ ആശ്രയിച്ച് എന്നുള്ള ഒരൊറ്റ ഗാനം കൊണ്ട് തന്നെ വളരെ പ്രശസ്തനായ വ്യക്തിയാണ്. അതുപോലെ സാധു എന്നെ കൈവിടാതെ നാഥൻ നടത്തിടും, ഇങ്ങനെ അനവധി പ്രശസ്തമായ ഗാനങ്ങൾ എഴുതിയ ചാൾസ് ജോൺ സാറാണ് അടുത്ത ശനിയാഴ്ച വിഷയം അവതരിപ്പിക്കുന്നത്. ഏവരും അതിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ ഈ സൂം വെബിനാറിന്റെ ലിങ്ക് ഒരു മാറ്റവുമില്ല. ഇന്നത്തെ ലിങ്കും പാസ്വേഡും തന്നെ ആയിരിക്കും അടുത്ത ശനിയാഴ്ചയും. അതിനാൽ തീർച്ചയായിട്ടും ഗാനങ്ങൾ ഇഷ്ടപ്പെടുന്നവരും ഗാനരചയിതാക്കളെ സ്നേഹിക്കുന്നവരും ഈ സെയിം ലിങ്ക് ഉപയോഗിച്ച് അടുത്ത ശനിയാഴ്ച ഇതിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്ന് ഇവിടെ വന്നവരോട് എല്ലാവരോടും നന്ദി അറിയിക്കുകയും ഇപ്പോൾ ഓപ്പൺ ഫോറമാണ്. ഫോറത്തില് പങ്കെടുക്കാൻ താല്പര്യമുള്ളവര് സിസ്റ്റത്തിൽ കൂടെ ഹാൻഡ് റേസ് ചെയ്യണം. സിസ്റ്റത്തിൽ കൂടെ അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ പേര് എഴുതിയിട്ടാൽ മതി, ഞങ്ങൾ അതനുസരിച്ച് വിളിച്ചു. ഹലോ, നമുക്ക് ഓപ്പൺ ഫോറമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ട അച്ഛൻ്റെ അനുഭവ സാക്ഷ്യവും ഗാനങ്ങളുടെ പശ്ചാത്തലവും ഒക്കെ നമ്മൾ വളരെ വിശദമായിട്ട് കേട്ടു. അതനുസരിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളോ അതോടൊപ്പം തന്നെ അതിനോട് ചേർന്നുള്ളതായിരിക്കുന്ന ചിന്തകളോ ഒക്കെ പറയാനുള്ള അവസരമാണ്. അത് ഓപ്പൺ ഫോറത്തിൽ താല്പര്യമുള്ളവർക്ക് പറയാം. അച്ഛൻ്റെ വളരെ അനുഗ്രഹീതമായ സന്ദേശമായിരുന്നു. പ്രത്യേകിച്ച് പാട്ടിനൊക്കെ വളരെ വൈകാരികമായ ഒരു പശ്ചാത്തലം അച്ഛൻ്റെ ഗാനങ്ങളുടെ എഴുത്തിന്റെ പിറകിലുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് വളരെ പ്രചോദനം നൽകുന്നതായിട്ടുള്ള അനുഭവമായിരുന്നു. അതിന്റെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യമുള്ള ആൾക്ക് പങ്കിടാനുണ്ടെങ്കിൽ അതിനുള്ള അവസരമാണ്. ജിബു ഉണ്ട്. Wilson, first of all, I compliment you on the fact that I think this is the 5th series of musical inclined speeches which have come, and I have not spoken in the last 2 or 3 sessions because I was just enjoying the music, enjoying the lyrics by the different people, and being transformed to another thing. The evidence of that is that each of those video recordings, in spite of attending, I have seen the video once again, because then only some of the lyrics has come into my limited Malayalam meanings, etc., etc. Now the thing is that each of those persons who were there earlier were fantastic. Now, as I understand, the Sabha has got 1143 or 1149 priests, but yes, all of them are very musically inclined. They can sing. All of them are very good. They can give sermons every Sunday. But the number of priests who can write lyrics and put it to music are limited. And George John Achan stands out like a shining candle in that. The other last 2-3 sessions, there were basically civilians, which means normal people who are giving, who are very good at lyrics, and some of them musically inclined were able to put it to music also. Very talented. I think, if I'm not mistaken, we would have 5% of Achans who could write lyrics, put it to music, etc. That could be a bit exaggerated. Not many people know me, but I'm supposed to be a high-level legal counsel. I write a lot of things for the court, but God has not given me this talent that George Jacob Achan, the last 2 speakers that they had, writing lyrics and lyrics inspired by God is really a big blessing. I have interacted with George John Achan in Mulund Parish. Now he's in Vashi Parish. The other thing that I have to ask, which I think would be more appropriate in Malayalam, is that ഈ മാർത്തോമ സഭയിൽ ഒരു സന്തോഷം എന്ന് പറഞ്ഞൊരു പാട്ടുകൾ ആരും എഴുതുന്നില്ലയോ എന്ന്. ബിക്കോസ് ഞാൻ 3-4 സെഷൻ നോക്കിയപ്പോഴെല്ലാം ഒരു പാത്തോസും ഒരു കഷ്ടപ്പാടിക്കൂടെ ഉള്ള ഒരു പാട്ടുകളായിരുന്നു വന്നത്. ഇപ്പോൾ ജോർജ് ജോൺ അച്ഛൻ, ഞാനത് വരച്ചുകൊണ്ടിരുന്നപ്പോൾ ജോർജ് ജോൺ അച്ഛൻ ആ ഒരു പാട്ട് പാടിയത്, യഹോവ ഞാൻ എല്ലാം
എല്ലാ കാലത്തും വാഴ്ത്തും. ഞാൻ എൻ്റെ ഇല്ലസ്ട്രേഷൻ പറയാനായിട്ട് നമ്മുടെ ഇംഗ്ലീഷ് ലിറിക്സ്, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുക്കുകയാണെങ്കിൽ സോങ് നമ്പർ 11 when I see my God in awesome wonder, and the chorus and my God how great thou art, my God how great thou art എന്ന് പറഞ്ഞ സംഗതി. Now we are very lucky to have such talented people in our Sabha. I think one person who talked last time was a CSI person, but I think he has become de facto Marthoma thing. So we pray for all the people who are inspired by God to write such fantastic lyrics, and that they help, that they get for setting it to music. When they set it to music, irrespective of whether it's pathos or joy or anything, you can really make out this is God-inspired music, and music to lift up our hearts. George John Achan, all the very best, and we hope every year you are able to spin out lyrics and music for us. Thank you. ഓക്കെ, സാറിന്റെ നിർദ്ദേശങ്ങൾ വളരെ പ്രസക്തമാണ്. നമുക്കിനിയും ആർക്കെങ്കിലും അഭിപ്രായങ്ങൾ പറയാനായിട്ടോ അല്ലെങ്കിൽ പങ്കിടാനായിട്ടോ അല്ലെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളോട് നമുക്കുള്ളതായിരിക്കുന്ന പ്രതികരണം പറയാനുള്ളൊരു അവസരമാണ്, അത് ഉപയോഗിക്കാം. ഇത് ഞാൻ അറ്റൻഡിങ് ദിസ് വെബിനാർ ഫോർ ദ ഫസ്റ്റ് ടൈം. ആദ്യമായിട്ടാണ് ഞാൻ ഇത് വരുന്നത്. താങ്ക്സ് ടു അവർ ജോർജ് യോഹന്നാൻ സർ, ബേബിക്കുട്ടി ചാൻ, വി വർ ഓൾ ടുഗദർ ഇൻ ദുബായ്. പുള്ളിയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇങ്ങനെ ഒരു ഫോറം ഓപ്പണായി ചെയ്ത് തന്നതിന് വേണ്ടി അദ്ദേഹത്തിനും വിൽസൺ സാറിനും ഒക്കെ ഞാൻ വളരെ നന്ദി രേഖപ്പെടുത്തുന്നു. ഓവറോൾ തിങ്ക് ചെയ്യുകയാണെങ്കിൽ I think 8:30 you should start at 8 o'clock. 8:30 to 10 o'clock is overall parayana. It's a little late. Not only that, tomorrow is Sunday. I'm a pianist. I play keyboard. So I have to go and practice now. I spend a lot of time up to 10 o'clock or maybe 10:15. So try to make the time from 8 to maximum 9:30 or 10 o'clock. Because Saturday evening everybody is busy with the next Sunday worship. That's one suggestion. You can accept it or reject it. This is my opinion. Otherwise, this was very good. Especially it's all about music. It's very good. I am also interested in music. അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ എഴുത്തുകാരെ പറ്റിയും അവരെങ്ങനെ ഈ ഗാനങ്ങൾ എഴുതി അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഇതൊക്കെ വളരെ പ്രായോഗികമായിട്ട് നമുക്ക് തരുന്ന വളരെ ഇൻഫർമേഷൻ ആണ്. നല്ല താല്പര്യം ഉണ്ടാക്കുന്ന ഇൻഫർമേഷൻ ആണ്. സോ ഷീ ഗോ അഹെഡ് വിത്ത് ദിസ്. Thank you very much. And next Saturday also I shall join. ഞാൻ പറഞ്ഞോട്ടെ അച്ഛാ? അതെ, നിശ്ചയമായിട്ടും ടൈമിങ്ങിനെ കുറിച്ചൊക്കെ വിൽസനെ പറയാനൊക്കത്തുള്ളൂ. ബഹുമാനപ്പെട്ട PG നൈനാൻ സാറ് ഉന്നയിച്ച ആ വിഷയം, ടൈമിന്റെ വിഷയത്തിന് ഒരു മറുപടി പറയാം. നമ്മള് 2020 ജൂലൈ മാസം 25-ാം തീയതി കോവിഡിന്റെ നടുമുറിക്കാണ് നമ്മള് ഈ വെബിനാർ സ്റ്റാർട്ട് ചെയ്യുന്നത്. കോവിഡ് സമയത്ത് ആൾക്കാർ ചുമ്മാ ഇരിക്കേണ്ട, പഠനങ്ങൾ നടത്തട്ടെ എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടി സോളമൻ അച്ഛനാണ് ഇങ്ങനൊരു നിർദ്ദേശം, റവറൻ ഡോക്ടർ K. ശലോമോൻ അച്ഛനാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം വെച്ചതനുസരിച്ച് നമ്മൾ ഇത് ആരംഭിച്ചത്. അന്നുള്ള ഒരു പ്രത്യേകത, അന്ന് ഈ നൈനാൻ സാർ പറഞ്ഞ പോലെ കൊയറോ അങ്ങനെയുള്ള ഒന്നും ഇല്ലാഞ്ഞത് കൊണ്ട് ഒരു ടൈം നമ്മൾ സൂട്ടബിളായിട്ട് വെച്ചപ്പം ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന അഡ്മിന്മാരിലെ ബഹ്റിനിലുള്ള ഒരു അന്തരിച്ച എബ്രഹാം ടി വറീസ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ജോലി കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ഇതിനകത്ത് പ്രവേശിക്കാൻ പറ്റുള്ളായിരുന്നു. പിന്നെ USA എന്ന് കുറെ അധികം പേര് നമ്മളെ പിന്തുണയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ടൈം ആരംഭിക്കാൻ ഇങ്ങനെ 8:30 വെക്കാൻ കാരണം ഗൾഫ് മേഖലകളിലുള്ളവർക്ക് ജോലി കഴിഞ്ഞിട്ട് പ്രവേശിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം കൂടെ കണക്കിലെടുക്കുകയും പിന്നെ അമേരിക്കയിലെ ചില സ്ഥലത്തൊക്കെ 8:30 ആകുമ്പോഴേ നേരം വെളുക്കുന്ന ആ ഒരു സാഹചര്യം വരുന്നുണ്ട്. ഇത് രണ്ടും കൂടെ കണക്കിലെടുത്താണ് ഈ 8:30 വെച്ചത്. ശരിയാണ് നൈനാൻ സാറ് പറഞ്ഞതുപോലെ ഇപ്പം ഞങ്ങള് ഏറ്റവും അധികം നേരിടുന്ന പ്രതിസന്ധി, അനേക ആൾക്കാർ സ്ഥിരമായിട്ട് വന്നവർ കൊയറിലുണ്ട്. പക്ഷെ എന്നാൽ പോലും നമ്മള് ഗൾഫ് മേഖലകളിൽ നിന്ന് ഇഷ്ടംപോലെ ആൾക്കാർ ഇതിനകത്ത് പങ്കെടുക്കുന്നത് കൊണ്ടുകൊണ്ട് അവരെ കൂടെയും അമേരിക്കയിലുള്ളവരെ കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് ഈ സമയം നിലനിർത്തുന്നത്. പലവട്ടം ആലോചിച്ചപ്പോഴും എല്ലാവരും പറഞ്ഞ് മറ്റുള്ള വിദേശത്തുള്ളവരെ നമ്മൾ പരിഗണിക്കണമെന്നുള്ള അഭിപ്രായം വന്നതുകൊണ്ടാണ് 8:30
വെച്ചിരിക്കുന്നത്. അത് ചേഞ്ച് ചെയ്യാനായിട്ട് ഈ ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നമ്മൾ യൂട്യൂബ് വീഡിയോ ഇറക്കുന്നുണ്ട്. ഏതെങ്കിലും കാരണത്താൽ പങ്കെടുക്കാൻ പറ്റാത്തവർ ആ വീഡിയോ കാണാൻ സാധിക്കും. All right. ഇനി ഞാൻ എൻ്റെ പ്രധാന വിഷയത്തിൽ ഇതിലേക്ക് പ്രവേശിക്കാം. ഞാൻ ഹാൻഡ് റേസ് ചെയ്ത വിഷയത്തിലേക്ക്. ഇന്നത്തെ ജോർജ് ജോൺ അച്ഛൻ്റെ പ്രഭാഷണം വളരെ ഹൃദ്യമായിരുന്നു. ഒരിക്കലും ഇങ്ങനെ അനുഭവം, അച്ഛൻ ഇങ്ങനെയുള്ള തിക്തമായ അനുഭവങ്ങളിൽ കൂടി കടന്നുപോയാണ് ഈ ഗാനങ്ങളൊക്കെ രചിച്ചതെന്ന് നമുക്കറിയത്തില്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇത് മനസ്സിലാക്കുന്നത്. അച്ഛൻ്റെ ഈ പ്രത്യേക സാഹചര്യങ്ങളും ഇതുപോലുള്ള പ്രയാസങ്ങളിൽ കൂടിയാണ്, അതായത് അനുഭവത്തിന്റെ ഏറ്റവും തീവ്രമായ അവസ്ഥയിൽ രചിച്ച ഗാനങ്ങളാന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത് വളരെ സന്തോഷമുണ്ട്. ഇന്നത്തെ ഈ ഇങ്ങനൊരു അവസരത്തിൽ അച്ഛൻ അത് ഏറ്റവും ഭംഗിയായിട്ട്, അച്ഛൻ വളരെ സീരിയസ് ആയിട്ട് അതിനെ കണ്ടു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും സന്തോഷം. അച്ഛനെ ആ ഒരു ക്രമീകരണം പള്ളിയിൽ വെച്ച് നടത്തിയതും ഒരു അലനച്ഛനെ അതിന് പങ്കാളിയാക്കിയതും എല്ലാം അച്ഛൻ അതിനെ വളരെ സീരിയസ് ആയിട്ട് എടുത്തു എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. അച്ഛനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. പിന്നെ ഞാൻ 2-3 ചോദ്യങ്ങൾ അച്ഛനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഈ കഴിഞ്ഞ 3 പ്രഭാഷകരോടും ചോദിച്ച ചോദ്യങ്ങളാണ് അതിനകത്ത് 2. അത് കൂടാതെ മൂന്നാമത് ഒരു ചോദ്യം കൂടെ. ഒന്നാമത്തെ ചോദ്യം ഞാൻ കഴിഞ്ഞ 3 പ്രഭാഷണത്തിലും ചോദിച്ചതാണ്. അച്ഛൻ ഇത്രയും അധികം ഗാനങ്ങൾ എഴുതിയതിൽ അച്ഛൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏതാണെന്ന് അച്ഛനൊന്ന് പറയാൻ പറ്റുമോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. അതിന്റെ കാരണം എന്താണെന്നൂടെ വിശദീകരിച്ചാൽ നന്നായിരിക്കും. രണ്ടാമത് ഞാൻ എല്ലാവരോടും ചോദിച്ചായിരുന്നു, ഇങ്ങനെ മ്യൂസിക് ഇപ്പോഴ് ഫിലിം ഫീൽഡിലും പൊതുവെ ലോകത്തില് ആദ്യം മ്യൂസിക് ഉണ്ടാക്കിയിട്ട് പിന്നാണ് ഗാനം രചിക്കുന്നത്. ആ രീതിയിൽ അച്ഛൻ ഗാനങ്ങൾ രചിക്കാറുണ്ടോ? മ്യൂസിക് ആദ്യം ലഭിച്ച മ്യൂസിക്കിന്റെ അടിസ്ഥാനത്തിൽ വരികൾ ചിട്ടപ്പെടുത്തി ചെയ്യാറുണ്ടോ, ചെയ്തിട്ടുണ്ടോ? അച്ഛൻ്റെ അഭിപ്രായം അറിഞ്ഞാൽ കൊള്ളാം. മൂന്നാമത്, ഈ അനുഭവ തീഷ്ണതയിലൂടെ പോകുമ്പോൾ ഒരു പ്രേരണ, അതായത് പരിശുദ്ധാത്മാവിന്റെ പ്രേരണ എന്നൊക്കെ പൊതുവെ ഗാനരചയിതാക്കൾ പറയുന്ന ആ പ്രേരണ കിട്ടുമ്പോൾ ഒരു ഗാനത്തിന്റെ മുഴുവൻ വരികൾക്കും, അതായത് സാധാരണഗതിയിൽ ആ പ്രേരണ ഒരു ഒന്നാമത്തെ ചരണത്തിൽ ഒരു പല്ലവിക്ക് അല്ലെ കോറസും സ്റ്റാൻസായിക്കും മാത്രമേ ലഭിക്കുകയുള്ളൂ, അതോ മുഴുവൻ ഗാനങ്ങൾക്കും അങ്ങനെ ലഭിക്കാറുണ്ടോ? ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. ഈ 3 ചോദ്യങ്ങൾ ഈ ചർച്ചയ്ക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. അച്ഛൻ്റെ ആൻസറിന് വേണ്ടി വെക്കുന്നു. താങ്ക് യു വെരി മച്ച്. എൻ്റെ സഹോദരൻ പ്രിയപ്പെട്ട വിൽസൺ കരിമ്പന്നൂർ ചോദിച്ച ചോദ്യങ്ങൾ 3ഉം പ്രസക്തമാണ്. ആദ്യത്തെ ചോദ്യം, ഏത് പാട്ടാണ് അച്ഛൻ രചിച്ചതിൽ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് എന്നാണ് ആദ്യത്തെ ചോദ്യം. എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്. ദൈവം തമ്പുരാൻ തന്ന പാട്ടുകളാണെല്ലാം. ഞാൻ ഒരു കാര്യം നിങ്ങളോട് സത്യം തുറന്നു പറഞ്ഞാൽ, ഒരു വാക്കിനു വേണ്ടി ഒരു രാത്രി മുഴുവൻ ഞാൻ ഉറക്കളച്ചിട്ടുണ്ട്. ഒരു വാക്ക് ഒരു പാട്ടിൻ്റെ ചരണത്തിൽ വരുന്നതിന് വേണ്ടി ഞാൻ ദൈവത്തോടൊരു രാത്രി മുഴുവൻ ഉറക്കളച്ച് പ്രാർത്ഥിച്ച് എനിക്ക് പ്രഭാതകാലമായപ്പോൾ ആ വാക്ക്, അത് കറക്റ്റ് വാക്ക് എനിക്ക് കിട്ടി. കാരണം അത് സംഗീതം നൽകി ഞാൻ എഴുതുകയായിരുന്നു. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരവും ഇതിനകത്ത് വരുന്നുണ്ട്. സംഗീതം നൽകി എഴുതുന്നത് കൊണ്ട് ആ സംഗീതത്തിനനുസരിച്ച് ആ വാക്ക് നിൽക്കണമായിരുന്നു. അപ്പോൾ ഞാൻ എത്ര ആലോചിച്ചിട്ട്, ഞാൻ വലിയ എഴുത്തുകാരനൊന്നുമല്ല, ഞാൻ അങ്ങനെ വലിയ സാഹിത്യ ഭാഷയൊന്നും എനിക്കറിയാവുന്ന മനുഷ്യനുമല്ല. എന്നാൽ ദൈവം തമ്പുരാൻ എന്നിലൂടെ പ്രവർത്തിക്കുമ്പോൾ ഇത് ലഭ്യമായി തീരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാനൊരു മലയാള ഭാഷ പഠിച്ച ഒരാളോ ഒരു പണ്ഡിതനോ ഒന്നുമല്ല. എന്നാൽ ആ ഒരു വാക്കിന് വേണ്ടി ഒരു രാത്രി 8 മണിക്ക് മുറിയടച്ച്, കഥകടച്ച് മുറിയിൽ കയറിയിരുന്ന് പ്രഭാതകാലത്ത് 4 മണി വരെ ഇരുന്ന് പ്രാർത്ഥിച്ച് എനിക്ക് കിട്ടിയ ഒരു വാക്ക് ആ ഗാനത്തിൽ ചേർക്കപ്പെടുവാനിടയായി തീർന്നു. അത് പബ്ലിഷ് ചെയ്യാൻ സാധിച്ചിട്ടില്ല ഇതുവരെ. അത് ഇതുവരെയും എൻ്റെ കയ്യിലിരിക്കുന്നതേ ഉള്ളൂ ആ ഗാനം. അതുകൊണ്ട് പാട്ടുകളെല്ലാം എനിക്കിഷ്ടമാണ്. എന്നാൽ ഈ ഞാൻ പറഞ്ഞ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ, യേശുവേ നീയാണൻ സങ്കേതമേ, യേശുവേ നീയാണൻ കോട്ടയമേ, എൻ്റെ മാതാവിൻ്റെ രോഗവുമായി ബന്ധപ്പെട്ടാണല്ലോ ആ ഗാനം എനിക്ക് ലഭിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് സെനു മാഷ് സംഗീതം ചെയ്യുമ്പോൾ ആ സ്കൂളിലെ ആയയ്ക്കുണ്ടായ രോഗവിവരം അറിയുന്നത്. മാത്രമല്ല
ഈ ഗാനം അവസാനമായി പാടിയിട്ടാണ് പ്രശസ്ത ഗായിക രാധിക തിലക് ഈ ലോകത്തിൽ നിന്ന് യാത്ര പറയുന്നത്. അതുകൊണ്ട് ആ ഗാനം എൻ്റെ മാറോട് ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരു ഗാനമാണ്. എന്നാൽ എല്ലാ ഗാനങ്ങളും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകൾ നിറഞ്ഞു നിൽക്കുന്ന അനുഭവങ്ങൾ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പരിശുദ്ധാത്മ പ്രേരിതമായി എഴുതുന്നു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരു ഗാനം എഴുതണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് ലഭ്യമായി തീരും. അത് പരിശുദ്ധാത്മ പ്രേരിതമാണ്. 3 ചരണം അല്ലെങ്കിൽ 2 ചരണം കൃത്യമായി നമുക്ക് ലഭ്യമായി തീരും. എന്നാൽ ചിലപ്പോൾ ഒരു ഗാനം എഴുതണമെങ്കിൽ ചില 4 ലൈൻ മാത്രമേ ആ സമയത്ത് കിട്ടുകയുള്ളൂ. ഉള്ളിലൊരു ട്യൂണ് കൂടെ രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഗാനത്തിൻ്റെ വരികൾ ചിട്ടപ്പെടുത്തുന്നത്. എന്നാൽ മനോഹരമായി കുറേ കൂടെ സംഗീതം ചെയ്യാൻ കഴിയുന്ന ആളിന് ഇത് നൽകുമ്പോൾ കുറേ കൂടെ മനോഹരമായി തീരുമല്ലോ എന്നതുകൊണ്ടാണ് നമ്മൾ മറ്റൊരാൾക്ക് അത് കൈമാറുന്നതും സംഗീതം ചെയ്യുവാൻ ഇടയായി തീരുന്നത്. പരിശുദ്ധാത്മ പ്രേരിതമായി എല്ലായ്പ്പോഴും അങ്ങനെ ആകണമെന്നില്ല. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ദൈവം തമ്പുരാൻ പെട്ടെന്ന് നമ്മളോട് സംസാരിച്ച് പെട്ടെന്ന്, അത് എവിടെയായിരുന്നാലും, ചിലപ്പോൾ മൊബൈൽ ഫോണിൽ ആ ചുമ്മാ വരികൾ പെട്ടെന്ന് മൂളിയിടും, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന പേപ്പറിൽ എഴുതി വെക്കും. ഇങ്ങനെയാണ് ഗാനങ്ങൾ രൂപപ്പെടുത്തിയിട്ടുള്ളത് എന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഞാൻ വീണ്ടും പറയുന്നു, ഇതൊന്നും എൻ്റെ ഒരു കഴിവോ കൃപയോ ഒന്നുമല്ല, ദൈവം തമ്പുരാൻ പ്രവർത്തിക്കുന്ന വലിയ കരുണയാണ്. അതുകൊണ്ട് ഇങ്ങനെയൊന്നും ആർക്കും അറിയില്ല. നിങ്ങൾ ആരോടും ഒന്നും പറയരുത് ഇങ്ങനെ ഞാൻ പാട്ടുകാരനാണെന്നൊന്നും. കാരണം ചില കഴിവുകളൊക്കെ ദൈവം തമ്പുരാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അത് ദൈവം തമ്പുരാൻ എടുത്തു കളയാൻ ഒരു നിമിഷം മതി. അതുകൊണ്ട് ദൈവം തമ്പുരാൻ ആ കാര്യത്തിൽ എന്നെ വളരെയധികം സഹായിക്കുന്നു. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന വീണ്ടും ഞാൻ അപേക്ഷിക്കുന്നു. എന്നെ സഹായിച്ച ഒത്തിരിയധികം ആളുകളുണ്ട് എൻ്റെ സംഗീത യാത്രയിൽ. പ്രിയപ്പെട്ട സാജനച്ചനെ എനിക്ക് ഓർക്കാതിരിക്കാൻ പറ്റില്ല. DSMC മാരാമണ്ണിൽ എൻ്റെ പാട്ടുകൾ തിരഞ്ഞെടുത്ത കമ്മിറ്റി, എൻ്റെ സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ടവർ, എൻ്റെ കുടുംബം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയ ഘടകമാണ്. എൻ്റെ സഹധർമ്മിണി, എൻ്റെ കുഞ്ഞുങ്ങൾ, അവരെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നു. എൻ്റെ വല്യപ്പച്ചൻ ഒരു വലിയ പാട്ടുകാരനായിരുന്നു. അപ്പച്ചനിൽ നിന്നാണ് ഞാൻ എൻ്റെ പാട്ടുകളൊക്കെ പഠിച്ചത്, ഇലന്തൂരിൽ നിന്ന്. അപ്പച്ചൻ ഈ ലോകത്തിൽ നിന്ന് യാത്ര പറഞ്ഞ് കർത്തൃ സന്നിധിയിലേക്ക് പോയി. എങ്കിൽ തന്നെയും അതിൻ്റെ ഒരു വലിയ പിന്തലമുറക്കാരനായി നിൽക്കുവാൻ ദൈവം തമ്പുരാൻ ഇടയാക്കുന്നു. ഇതേ ഉള്ളൂ പറയാൻ. ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ കരുണ, അത്രയേ ഉള്ളൂ. അച്ഛൻ്റെ മറുപടി വളരെ അർത്ഥപൂർണമാണ്. വളരെ ഹൃദയത്തിൽ നിന്ന് അച്ഛൻ ആ മറുപടി നമ്മളോട് പറഞ്ഞു. ഇതിൽ കൂടുതൽ എനിക്ക് തോന്നുന്നില്ല മറുപടി ആവശ്യമുണ്ടെന്നുള്ളത്. ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മറ്റ് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. നല്ലൊരു അവസരമാണത്. സംഗീതം നമുക്ക് എല്ലാവർക്കും സാധ്യമല്ലാത്ത ഒരു കാര്യമാണ്. അപൂർവമായ സിദ്ധിവിശേഷമാണ്. അത് വളരെ പ്രത്യേകതയുള്ളതുമാണ്. മറ്റു ചോദ്യങ്ങൾ ഹാൻഡ് റൈസ് ചെയ്തിട്ടില്ല ആരും, എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. ഉണ്ടെങ്കിൽ ചോദിക്കാം. ജോർജോണച്ചന്റെ പാട്ടുകൾ മാരാൺ കൺവെൻഷന് 2015 അവസാനം വന്നത്. അതിനുശേഷം അച്ഛൻ്റെ പാട്ടുകളൊന്നും മാരാൺ കൺവെൻഷനിൽ വന്നിട്ടില്ല. അച്ഛൻ പാട്ടുകളൊന്നും കൊടുക്കാറില്ലേ അതിനുശേഷം? ഞാൻ പാട്ടുകൾ കൊടുക്കാറുണ്ട്, പക്ഷെങ്കിൽ പാട്ടുകൾ വന്നിട്ടില്ല എന്നത് സത്യമാണ്. ദൈവം തന്നിരിക്കുന്ന കഴിവുകൾ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുക എന്നത് നമ്മുടെ ഒരു ദൗത്യമാണല്ലോ. ദൈവം തമ്പുരാൻ അത് സാധ്യമായ അവസരങ്ങളിൽ ഒരുക്കും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അതുകൊണ്ട് കുറേയധികം പാട്ടുകൾ ദൈവം തമ്പുരാൻ തന്നിട്ടുള്ളത് കൈകളിൽ അതിങ്ങനെ ഇരിക്കുകയാണ്. ഏതെങ്കിലും സന്ദർഭത്തിൽ ദൈവം തമ്പുരാൻ അതിനൊരു പ്രസിദ്ധീകരണത്തിനുള്ളൊരു സാഹചര്യം ഒരുക്കുമെന്ന് വിശ്വസിക്കുന്നു. ദൈവത്തിനെല്ലാം ഒരു സമയമുണ്ടല്ലോ. ചിലപ്പോൾ നഷ്ടപ്പെട്ടത് നന്മയ്ക്കായിരിക്കാം, ലഭിക്കുന്നത് ചിലപ്പോൾ തിന്മയ്ക്കായിരിക്കാം, നഷ്ടപ്പെട്ടതിനെക്കാട്ടിൽ കൂടുതൽ ലഭ്യമാകുന്ന അനുഭവമായിരിക്കാം. എന്നിരുന്നാലും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ സമർപ്പിക്കുന്നു. എന്നാൽ മനോരമ മ്യൂസിക്കൊക്കെ ഒത്തിരി ഗാനങ്ങൾ ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ആ രീതിയിലൊക്കെ ഗാനങ്ങളൊക്കെ പുറത്തു വരുന്നു. ദൈവത്തിന് സ്തോത്രം. ഓക്കെ അച്ഛാ, വളരെ മനോഹരമായിരിക്കുന്നു. താങ്ക് യു. താങ്ക് യു. മാരാമണ്ണ് കൊടുക്കുന്നത് ഇനിയും നിർത്തരുത്, കൊടുക്കണം ഇനിയും വീണ്ടും. ഇല്ല, അതെ, ഈ വർഷം ദൈവം തമ്പുരാൻ
2 ഗാനം കൊടുത്തിട്ടുണ്ട് ഈ വർഷം. അതെ. അത് അറിയത്തില്ല അതിൻ്റെ എന്താകും ഓ എന്നുള്ളത്. അല്ല, അച്ഛൻ പറഞ്ഞതുപോലെ സഹോദരമണി സംഗീതം ചെയ്തതാണ്. അതെ അതെ, ഒന്ന് ഞാൻ നല്ലതായിരിക്കുന്നു. എഴുതി, എൻ്റെ സഹോദരമണി സംഗീതം ചെയ്തു. ഒന്ന് ഞാൻ എഴുതി, ജോസി പിള്ളാട് സംഗീതം ചെയ്തിരിക്കുന്നു. ഓക്കെ, അത് വരാനായിട്ട് ദൈവം സഹായിക്കട്ടെ. ഓക്കെ. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. അതെ അതെ, എല്ലാം ജീവിത അനുഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പാട്ടുകളാണ് അച്ഛൻ്റെ. അത് തന്നെ വലിയൊരു പ്രത്യേകതയാണ്. അത് പ്രിയപ്പെട്ട വിൽസൺ ചോദിച്ചതുപോലെ മ്യൂസിക് ട്യൂണിന് ശേഷം ഉള്ളതല്ല, എന്നാൽ വാക്കുകൾക്ക് ദൈവം നല്ല ട്യൂൺ നൽകി എന്നാണ് ഞാൻ അച്ഛൻ്റെ വാക്കിൽ നിന്ന് മനസ്സിലാകുന്നത്. അതെ, അങ്ങനെയുണ്ട്. ആ വാക്കുകൾക്കൊരു ട്യൂൺ ദൈവം നൽകുകയാണ്. ട്യൂൺ വളരെ, അത് വലിയൊരു അനുഗ്രഹമാണ് ട്യൂൺ നൽകുക എന്ന് പറയുന്നത്. ഗാനം എഴുതുന്നത് പോലെ പ്രാധാന്യമുള്ള. ജോസിയാണ് അതിനൊക്കെ ട്യൂൺ നൽകിയിരിക്കുന്നത്. അതെ അതെ, ജോസി അതിനോട് ചേർന്ന് നിന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. മുഴുവൻ പ്രാർത്ഥനാ നിരതരായിട്ടാണ് ഈ ഒരു പ്രക്രിയയിൽ ഇരിക്കുന്നത്. എന്നിട്ട് ഇത് ഫൈനലൈസ് ചെയ്യുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു വാചകം ഇതാണ്: ദൈവം തമ്പുരാൻ്റെ സഭയ്ക്ക് ഇത് ആവശ്യമെങ്കിൽ ദൈവം തമ്പുരാൻ എടുക്കണം, അല്ല എങ്കിൽ മറ്റ് കാര്യങ്ങളിലേക്കൊന്നും ഇത് പോകാതെ അത് ദൈവം തമ്പുരാൻ കാത്തു പരിപാലിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ദൈവം തമ്പുരാൻ്റെ സഭയ്ക്ക്, ദൈവം തമ്പുരാൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഉതകുന്നതാകുന്നെങ്കിൽ ഇതെടുക്കണം എന്നതാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചത്. അല്ലാതെ മറ്റു രീതിയിലുള്ള കാര്യങ്ങളോ ഒന്നും അതിനകത്ത് വരുന്നില്ല എന്നത് യഥാർത്ഥമാണ്. ഇനിയും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് വേഗം ചോദിക്കാം. നമുക്ക് സൺഡേ ആണല്ലോ, അച്ഛന്മാർക്കും മറ്റാളുകൾക്കും ഒക്കെ നാളത്തെ ദിവസത്തിന്റെ പ്രാധാന്യമുണ്ട്. എങ്കിലും അച്ഛൻ്റെ ഇത്രയും സമയം, അച്ഛനും നാളെ സൺഡേയുടെ ക്രമീകരണമുള്ള ആളാണ്. എങ്കിലും നല്ല അനുഗ്രഹമായിരുന്നു. അച്ഛൻ്റെ ചോദ്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് അച്ഛൻ ചോദിക്കാത്തത്. എല്ലാം ചോദ്യം ഇല്ലാത്ത രീതിയിലേക്ക് ഭംഗിയായിട്ട് അച്ഛൻ പറഞ്ഞു. അതുകൊണ്ടാണ്. അതെ, എല്ലാ അനുഗ്രഹമാൻ സഹായിക്കട്ടെ. എന്നോടൊപ്പം സഹകരിച്ച ധനലച്ചനും ഈ ടീമും. അതെ 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 അതെ, നിശ്ചയമായിട്ടും അച്ഛനെ ഞാൻ അതെ അത് നേരത്തെ പറഞ്ഞതിനാണ് പിന്നാണ് കണ്ടത്. അച്ഛൻ്റെ സേവനവും വളരെ അനുഗ്രഹമായിരുന്നു. അച്ഛനോടൊപ്പം നിന്നും അച്ഛനത് ഭംഗിയായിട്ട് പറയാനുള്ള എല്ലാ പശ്ചാത്തലവും ഒരുക്കിയത് അച്ഛനാണ്, ധനലച്ചനാണ്. അതും വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഒരു യഥാർത്ഥ മ്യൂസിക്കൽ ഈവനിങ് ആയിരുന്നു. അതെ അതെ, അത് തന്നെയായിരുന്നു അവിടെ നടന്നത്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു സമീപനമാണ് ഇന്ന് നമ്മൾ കേട്ടത്. ഓക്കെ, വളരെ സന്തോഷം. വോട്ട് ഓഫ് താങ്ക്സ് ആണ് പ്രിയപ്പെട്ട ശാന്തി കൊച്ചമ്മയാണ് വോട്ട് ഓഫ് താങ്ക്സിനായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു. കൊച്ചമ്മ അതിനായിട്ട് ആദരവോടും ക്ഷണിക്കുന്നു. ലൈറ്റ് ടു ലൈറ്റൻ മാർത്തോമാ സ്റ്റഡി ഫോറത്തിന്റെ 212ാമത് സെഷനിൽ മോഡറേറ്റർ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട അലക്സാണ്ടർ തോമസ് അച്ഛൻ, മുഖ്യ പ്രഭാഷകനായി ഇന്ന് ഈ സെഷൻ വളരെ അനുഗ്രഹമാക്കി തീർത്ത ബഹുമാനപ്പെട്ട ജോർജ് അച്ഛൻ, പ്രിയപ്പെട്ട എല്ലാവരുമേ, നമ്മുടെ ഈ സ്റ്റഡി ഗ്രൂപ്പിന്റെ ക്രൈസ്തവ ഗാന ചക്രവാളം എന്ന പരമ്പരയിലെ 4ാമത്തെ സെഷൻ ആയിരുന്നല്ലോ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് വളരെ അനുഗ്രഹകരമായി ഇപ്പോൾ അച്ഛൻ പറഞ്ഞതുപോലെ ഒരു മ്യൂസിക്കൽ ഈവനിങ്ങിൽ ഭാഗവാക്കുകളാകുവാൻ നമുക്ക് എല്ലാവർക്കും സാധിച്ചു. അതിന് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ഈ സെഷൻ ഏറ്റവും ഹൃദ്യമായ ഒരു പ്രഭാഷണം നൽകി നേതൃത്വം നൽകിയത് ബഹുമാനപ്പെട്ട ജോർജ് ജോണച്ചനാണല്ലോ. അദ്ദേഹത്തിന്റെ പാട്ടുകൾ എഴുതപ്പെടാനുള്ള സാഹചര്യവും അതുപോലെ തന്നെ ഈ സംഗീത യാത്രയിൽ അനുഭവിച്ച ദൈവകൃപയും എല്ലാം അച്ഛൻ വളരെ വിശദമാക്കി തന്നു നമുക്ക് എല്ലാവർക്കും. അത് വളരെ ഹൃദ്യമായിരുന്നു എന്ന് വീണ്ടും എടുത്തു പറയട്ടെ. ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ, ലൈറ്റ് ടു ലൈറ്റൻ മാർത്തോമാ സ്റ്റഡി ഫോറത്തിന്റെ പേരിൽ ബഹുമാനപ്പെട്ട ജോർജ് ജോണച്ചനോടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കട്ടെ. ഇന്നത്തെ സെഷന്റെ മോഡറേറ്റർ ആയിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഡോക്ടർ അലക്സാണ്ടർ തോമസ് അച്ഛനാണല്ലോ. ഏറ്റവും ഭംഗിയായിട്ട് ഈ സെഷൻ മോഡറേറ്റ് ചെയ്തു. ഓരോ അതിന്റെ ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ ഓരോ ചോദ്യത്തോട് ചേർന്നും ഇടയിലുമൊക്കെ വളരെ ഭംഗിയായി ആവശ്യമുള്ള കാര്യങ്ങൾ ചേർത്ത് ഈ സെഷനെ നന്നായി മോഡറേറ്റ് ചെയ്തതിൽ ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള നന്ദി അറിയിക്കട്ടെ. അതുപോലെ തന്നെ ഇതിനെ ഒരു മ്യൂസിക്കൽ ഈവനിങ് ആക്കാനായിട്ട് സഹായിച്ച റവറന്റ് അലൻ ടി ശാമുവേൽ അച്ഛനോടുള്ള നന്ദിയും
പ്രത്യേകമായി അറിയിക്കട്ടെ. ഇന്നത്തെ സെഷനിൽ മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത പല ആളുകളുണ്ടല്ലോ. പ്രത്യേകിച്ച് ആദ്യത്തെ ഗാനം ആലപിച്ച മിസ്റ്റർ PG നൈനാൻ, ആദ്യത്തെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ ലിനി ജോർജ്, ക്ലോസിംഗ് പ്രയർ നടത്താനായിട്ട് നമ്മോടൊപ്പം ഉള്ള ജോർജ് യോഹനാൻ സാർ, എല്ലാവരോടുമുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ചർച്ചാ വേളയിൽ ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ ചോദ്യങ്ങൾ ചോദിക്കുകയും കൂടുതൽ അച്ഛന്റെ അനുഭവങ്ങൾ നമുക്ക് ലഭിക്കുവാൻ കാരണമാകുകയും ചെയ്ത എല്ലാവരോടുമുള്ള നന്ദിയും അറിയിക്കട്ടെ. പങ്കെടുത്ത എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ സ്റ്റഡി ഫോറത്തിന്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കട്ടെ. താങ്ക് യു. താങ്ക്സ് കൊച്ചമ്മേ. സമാപന പ്രാർത്ഥനയ്ക്കായിട്ട് പ്രിയപ്പെട്ട ജോർജ് യോഹന്നാൻ സാറിനെ ക്ഷണിക്കുന്നു. കേൾക്കാമോ അജ? കേൾക്കാം കേൾക്കാം കേൾക്കാം. പ്രാർത്ഥിക്കാം. ദിവ്യ സംഗീതത്തിന്റെ സ്വാധീനത്തിലും ശബ്ദവലയത്തിലും ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ഞങ്ങളുടെ പ്രിയ ദൈവമേ, ഈ ഭൂമിയിൽ വിവിധ അനുഭവങ്ങളിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ പാട്ടുകളിൽ കൂടെ ഇന്നും ഞങ്ങളെ അവിടുന്ന് സന്ദർശിക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങയ്ക്ക് ആയിരം സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. പ്രിയ ജോർജ് ജോൺ അച്ഛനിൽ കൂടെ ഇന്ന് ഞങ്ങൾ കേട്ടതായ ദിവ്യമായ ജീവിതാനുഭവങ്ങൾ, അതിൻ്റെ സ്വാധീനത്തിൽ അച്ഛൻ രചിച്ചതായിട്ടുള്ള പാട്ടുകൾ എത്രമാത്രം ഞങ്ങൾക്ക് അനുഗ്രഹീതമായി തീർന്നു എന്ന് അവിടുന്ന് കാണുന്നുണ്ടല്ലോ, അറിയുന്നുണ്ടല്ലോ. കർത്താവേ, ഞങ്ങളെ ഇന്ന് അവിടുന്ന് സംഗീതത്തിൽ കൂടെ സ്പർശിച്ചതിനായി സ്തോത്രം. സംഗീതം ദൈവത്തിൻ്റെ ദാനമാണല്ലോ, അത് മനുഷ്യരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതാണല്ലോ. ഇന്നും ഞങ്ങളെയൊക്കെ ഞങ്ങളുടെ പ്രിയ കർത്താവിനോട് അടുപ്പിക്കുന്ന ഈ സംഗീതത്തിന്റെ ഇമ്പമേറിയതായിട്ടുള്ള സ്വരങ്ങൾ ഞങ്ങൾക്ക് കേൾക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയം നിന്നിലേക്ക് അടുത്തു വരുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണല്ലോ കർത്താവേ, അതൊരു സത്യമാണല്ലോ. ഈ സംഗീത സന്ധ്യയിൽ ഇതിനെ സഹായിച്ചതായിട്ടുള്ള എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈ സെമിനാറിന് നേതൃത്വം തന്ന അച്ഛനെയും മോഡറേറ്റ് ചെയ്ത പ്രിയ അലക്സാണ്ട്രെ തോമസ് അച്ഛനെയും സംഗീത ഉപകരണങ്ങൾ വായിച്ചും വിവിധമായ രീതിയിൽ അതിൻ്റെ ഉപകരണങ്ങളൊക്കെ എക്യുപ്മെന്റ്സ് എല്ലാം ശ്രദ്ധയോടെ ഉപയോഗിച്ചതായിട്ടുള്ള എല്ലാവരെയും, അതിൽ കൂടെ ദൈവത്തിൻ്റെ ശബ്ദം ഞങ്ങൾക്ക് കേൾക്കുവാൻ സാധിച്ചല്ലോ. എല്ലാത്തിനായി നന്ദി നന്ദി നന്ദി. ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമീൻ. നമ്മുടെ കർത്താവിന്റെ കൃപയും അനുഗ്രഹങ്ങളും വാഴ്വുകളും നാം എല്ലാവരോടും, പ്രത്യേകമായിട്ട് നാം കേട്ടതായിരിക്കുന്ന ദൈവിക ചിന്തയോടും തുടർന്നുള്ള പ്രവർത്തനങ്ങളോടും നാളത്തെ വിശുദ്ധ ദിവസമുള്ള നമ്മുടെ ആരാധനയോടും എപ്പോഴും ഇരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ.